നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ആഴങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ആഴങ്ങളിൽ എന്താ പറയാ, ഒരാളെ അഡ്രസ്സ് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം ഒരു ഫ്രീ തിങ്കറാണ്, ഓററ്ററാണ്, ഓതറാണ്, ഏത്തിയസ്റ്റ് ബ്ലോഗറാണ്. ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇദ്ദേഹത്തെ കൂടുതലും പബ്ലിക് സ്പീക്കിങ്ങിലായിട്ട് ഇങ്ങനെ നമ്മൾ ഒരുപാട് ഡിബേറ്റുകളിൽ കാണുന്ന ഒരു മുഖമാണ് ശ്രീ രവിചന്ദ്രൻ. നമസ്കാരം സർ. സുഖമായിട്ടിരിക്കുന്നു? സർ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ സാർ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് സാറിൻ്റെ പല ബുക്കുകളുടെ ടൈറ്റിലുകൾ കാണുമ്പോൾ പോലും എനിക്ക് പെട്ടെന്ന് സാറിൻ്റെ ഓരോ ബുക്കെന്ന് കാണുമ്പം നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങൾ വരുമ്പോൾ സാർ പെട്ടെന്ന് അതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെയും ചില സ്ട്രൈക്ക് ചെയ്യുന്ന കോമൺ മാനൊക്കെ പെട്ടെന്ന് നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും എല്ലാം സാറിൻ്റെ പല ബുക്കുകളെല്ലാം വന്നിട്ടുണ്ട്. ചെറുപ്പം മുതലേ സാർ ഇത്തരത്തിലൊക്കെ എഴുതുന്നതിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു? ചെറുപ്പം മുതലേ എഴുതിയിട്ടില്ല. ഞാൻ ബേസിക്കലി എഴുതിയിട്ടുള്ള കൂടുതലും സയൻസ്, അതുപോലെ തന്നെ ഈ പറയുന്ന സാമൂഹിക വിഷയങ്ങൾ, അത്തരത്തിലുള്ള പുസ്തകങ്ങളാണ്. ഞാൻ ലിറ്ററേച്ചർ പണ്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല. നാസ്തികനായ ദൈവം ആണ് ആദ്യം തുടങ്ങുന്നത്. 2006-2007 പീരീഡാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. എട്ടിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്, DC ബുക്സ്. പിന്നെ അതിനുശേഷം ഒരു 15 പുസ്തകം എഴുതിയിട്ടുണ്ട്. 2017 ആയപ്പോഴത്തേക്ക് പുസ്തകം എഴുത്ത് നിന്നു, പിന്നെ ഞാൻ എഴുതിയിട്ടില്ല. 2017 ശേഷം ഇതുവരെയും സാർ എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടില്ല. I want to, but I am not able to. Why? Why എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ എസൻസ് ഗ്ലോബൽ, അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്ത, താങ്കൾ പറഞ്ഞ ഏത്തീസം, അതിൻ്റെ പ്രൊമോഷൻ, പബ്ലിക് പ്രോഗ്രാംസ്, ഒരുപാട് കാര്യങ്ങൾ. അതിലൊക്കെ തിരക്കായി പോയപ്പോൾ സാറിന് പേനയുടെ ആ ഒരു ലോകത്തിലേക്ക് എത്താൻ പോലും സമയമില്ലാത്തത് കൊണ്ട് എഴുതിയില്ല എന്നാണോ? Even then I never used pen. I only type. ആണോ? എന്നിട്ട് പബ്ലിഷ് ചെയ്യാൻ സാർ കൊടുക്കാണ്? പബ്ലിഷ് ഇപ്പൊ നമ്മള് അന്ന് പേജ് മേക്കർ. സാറിന്റെ ലാസ്റ്റ് പബ്ലിഷ് ഞാൻ കണ്ട 2021 അല്ല 2017 അമ്പിളിക്കുട്ടന്മാർ മനുഷ്യചന്ദ്രനിൽ പോയിട്ടുണ്ടോ? ഞാൻ വിക്കിപീഡിയയിൽ എന്തോ എനിക്ക് 2021 ഉണ്ടാവും. കാരണം അത് ഞാൻ പണ്ട് എഴുതിയ പുസ്തകങ്ങള് ആളുകള് പ്രസിദ്ധീകരിച്ചു. അതായിരിക്കും 2007 തുടക്കവും കണ്ടത്. 2021 ഞാൻ, പക്ഷെ ആ പുസ്തകം ഞാൻ എഴുതിയതല്ല, അത് ആ പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫേസ്ബുക്കിലും മറ്റു ബ്ലോഗിലും ഒക്കെ എഴുതുന്നത് കളക്ട് ചെയ്തിട്ട് ആളുകൾ, ഉദാഹരണമായിട്ട് രവിചന്ദ്രന്റെ സംവാദങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് ഞാൻ എഴുതിയത് എന്ന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ നടത്തിയ സംവാദങ്ങൾ അതേപടി കളക്ട് ചെയ്ത് വന്നതാണ്. വെടിയേറ്റ വൻമരമായിരിക്കും കണ്ടത്. വെടിയേറ്റ വൻമരം ഞാൻ നടത്തിയൊരു പ്രഭാഷണമാണ്, ഗാന്ധിജിയുടെ ഒരു ഗാന്ധിജിയെ കുറിച്ചുള്ള. അത് ആ പ്രഭാഷണം ഏതാണ്ട് അതേപടി ഒരു പുസ്തകമാക്കിയത്. അങ്ങനെയും വരാറുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ഈ കണ്ടിരിക്കുന്ന സാറിൻ്റെതായിട്ട് വന്നിരിക്കുന്ന ഒന്നും സാറായിട്ട് തന്നെ എഴുതി ബുക്കുകൾ ആവണമെന്നില്ല. പ്രസംഗങ്ങളാണ് കൂടുതലും. മറ്റുള്ളവർ അത് കേട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് 2-3 ഉണ്ട്. അങ്ങനെ അല്ല, ഞാൻ തന്നെ എഴുതിയ പുസ്തകങ്ങൾ തന്നെ ഒരു 10-11 4 അല്ലാതെ ആയിരിക്കും ബേസിക്കലി. ബാക്കി അതായത് കളക്ടിങ് ബ്ലോഗ്സ്, ബാക്കി 11 ഞാൻ തന്നെ എഴുതിയതാണ് ബേസിക്കലി. ടൈപ്പിംഗ് ആണ് ഫുള്ള്. അതെന്തോ സാറിന് ചെറുപ്പം മുതലേ അങ്ങനത്തെ ഒരു എഴുതുന്ന ഹാബിറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നീട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എന്ത് തന്നെ ഒരു ടോപ്പിക്ക് തന്നാലും അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുകൾ അത്രയും ഉണ്ട് സാറിന്. അപ്പോൾ ആ ഒരു അറിവിലും സാറ് സംസാരിക്കാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് സാറ് ഇങ്ങനെ ഒരു ബുക്ക് എഴുതാം, അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ എന്നാൽ ഇങ്ങനെയൊന്ന് പകർത്താം എന്ന് വിചാരിച്ച് അതിലേക്ക് എത്തിയത് അതുകൊണ്ടാണോ? പിന്നീട് എഴുത്ത് എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ കണ്ടമാനം എഴുതുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാം മാനിയൊക്കെ ആയിരുന്നു. എക്സാം മാനിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് എസ്സേസ് വന്നാൽ എഴുതാൻ ഇഷ്ടമുള്ള ഒരു കുട്ടി. എസ്സേസ്, ഡിഗ്രീസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ്. യു വോണ്ട് ബിലീവ്, ഞാൻ 123 PG പേപ്പേഴ്സ് തന്നെ എഴുതിയിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ പോയി ഒരു PG തന്നെ 10 പേപ്പർ ഉണ്ടാവുമല്ലോ, 10-9 ഒക്കെ ഉണ്ടാവും മിനിമം. പിന്നെ അതുപോലെ തന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ്, PSC എക്സാംസ്, നെറ്റ്. ഞാൻ പരീക്ഷ തേടി നടന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. പരീക്ഷകൾ, ഡിഗ്രികൾ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പരീക്ഷകൾ എഴുതാൻ ഇത്രയും താല്പര്യം വരുമ്പം
ആ പരീക്ഷയോടുള്ള ഒരു ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഒരു ഇഷ്ടങ്ങളും ഒരു വല്ലാത്തൊരു ക്രേവിങ് തോന്നുകയാണല്ലോ. സാറിൻ്റെ ഒരു ക്രേവിങ് അതായിരുന്നു. പക്ഷെ അതിനകത്തൊക്കെ സാറ് എഴുതി കഴിഞ്ഞാൽ തീരുവോ, അതോ അതിനകത്തു നിന്നൊക്കെ വരുന്ന മാർക്കുകളും സാറിനെ വല്ലാണ്ട് കോൺഷ്യസ് ആയിരുന്നു ആ ഒരു കാര്യത്തിൽ? മാർക്ക് ഒന്നിനും അങ്ങനെ ഒരു ഭീകരമായ മാർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മിനിമം ഒരു സെക്കൻഡ് ക്ലാസ് ഒക്കെ എല്ലാം ഞാൻ ചെയ്ത PG എല്ലാം ഉണ്ട്. പിന്നെ ഇംഗ്ലീഷിലായിരുന്നു ആദ്യത്തെ. നെറ്റ് ക്വാളിഫൈ ചെയ്ത് പിന്നെ കോളേജിൽ കയറി. അല്ലാതെ എനിക്ക് ഈ മത്സര പരീക്ഷയാണ് ഇഷ്ടം. ഒരു 5 ലക്ഷം പേരൊക്കെ എഴുതുന്ന പരീക്ഷയ്ക്ക് പോയി എഴുതുക, തൊട്ടടുത്തിരിക്കുന്നവരെല്ലാം ഐ ലൈക്ക് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ഇൻ യു വിൽ കം ഔട്ട് വെൻ യു കോമ്പീറ്റ്, നോട്ട് വെൻ യു കോറൽ. മനസ്സിലായി. ഹെൽത്തി കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഈസ് ഹെൽത്തി. ഇറ്റ്സ് അൺനെസസറി ടു സേ ഹെൽത്തി കോമ്പറ്റീഷൻ. അത് ഹെൽത്തി അല്ലെ കോമ്പറ്റീഷൻ അല്ല, അതൊരു വഴക്കോ യുദ്ധമോ ഒരു ഏറ്റുമുട്ടലോ പോരാട്ടമാണത്. ഈ കോമ്പറ്റീഷൻ അതുപോലെ തന്നെ ഡിബേറ്റ്. ഇപ്പൊ രമ്യ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇതിനു മുന്നേ ഡിബേറ്റിനെ കുറിച്ച് അതിനകത്ത് നമ്മൾ കരുതുന്ന എന്തോ ഒരു ഏറ്റുമുട്ടലുണ്ട്, അല്ലെങ്കിൽ ഒരു ശത്രുതയുണ്ട്, ഒരു ഒപ്പോസിഷൻ ഉണ്ട്. അങ്ങനെയല്ല. ഡിബേറ്റ് എന്ന് പറയുന്നതും കോമ്പറ്റീഷൻ എന്ന് പറയുന്നതും നമ്മളെ ഇന്നിവിടെ എത്തിച്ച 2 മനുഷ്യ വ്യവഹാര രീതികളാണ്. വിത്തൗട്ട് ദാറ്റ് യു വോണ്ട് അഡ്വാൻസ്, യു ഡോണ്ട് പ്രോഗ്രസ്. കോമ്പറ്റീഷൻ കൊണ്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്മുടെ കയ്യിൽ വരുന്നത്. ഒരുപാട് മൊബൈലുകളുമായി ഈ മൊബൈലുകൾ അദൃശ്യമായ ഒരു പോരാട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ നിർമ്മിതാക്കൾ. ഈ പോരാട്ടങ്ങളാണ് നമ്മളെ കൂടുതൽ മുന്നോട്ട് വരുന്നത്. നമ്മുടെ വസ്ത്രം, നമ്മുടെ ആചാര രീതിയെല്ലാം. കോമ്പറ്റീഷൻ നമ്മളെ മുന്നോട്ട് നയിക്കുക മാത്രമേ. കോമ്പറ്റീഷൻ. നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും, നമ്മൾ അറിവുകൾ കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ. പക്ഷെ സാർ പറഞ്ഞു മാർക്ക് സാറിന് ബോധേഡ് ആയിരുന്നില്ല, അതിൽ അറ്റൻഡ് ചെയ്യുക, മത്സരിക്കുക എന്നുള്ളതായിരുന്നു സാറിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ എന്താ പറയാ, എന്നാലും ആ മാർക്ക് എങ്ങനെയാ അപ്പൊ അതിലേക്ക് ഒട്ടുമില്ലാതെ? മാർക്ക് ബോധേഡ് ആയിരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര അപാരമായ മാർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മാർക്ക് കൂടുതൽ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും. സ്പോർട്സിലായാലും പരീക്ഷയിലായാലും. ബോധേഡ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? സപ്പോസ് നമ്മളൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നു, അത് നമുക്ക് കിട്ടുന്നു, സന്തോഷം ഉണ്ടാവും. കിട്ടാതിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഈ ബോധേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നെഗറ്റീവ് സാധനമാണ്. അതുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറ്റ് വിൽ മേക്ക് യു ടെൻസ്. നിങ്ങളിലേക്ക് എന്താണ് നിങ്ങളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം കുറച്ച് മോശമായിട്ടുള്ള രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങളിൽ വരുന്നത്. അപ്പോൾ അത് ദാറ്റ്സ് നോട്ട് ഹെൽപ്ഫുൾ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പാടില്ല. യു ഹാവ് ടു കീപ് യുവർ സെൽഫ് ഹാപ്പി, കോൺഫിഡൻറ്റ് ആൻഡ് റിസോഴ്സ്ഫുൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ് ഈ പറയുന്നത്, ഈ നഷ്ടബോധം, ഇരബോധം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെ ദുസ്സഹമാക്കും. നോട്ട് ഓൺലി ഫോർ യു ബട്ട് ഫോർ അതേഴ്സ് ഓൾസോ. നിങ്ങളൊരു ഇരവാദിയാണെങ്കിൽ നിങ്ങൾ ഒരു കംപ്ലൈനിങ് മെഷീനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്കത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, ഞാൻ പീഡിപ്പിക്കപ്പെടുന്നു. ലൈക്ക് ഐ മേ റീകോൾ ഷെല്ലി, ഐ ഫോൾ അപ്പോൺ ദ തോൺസ് ഓഫ് ലൈഫ്, ഐ ബ്ലീഡ് എന്ന് പറയുന്ന ലൈനുണ്ട്. ജീവിതത്തിന്റെ മുൾമുനകളിൽ ഞാൻ വീണിരിക്കുന്നു, എൻ്റെ രക്തം മാർന്നൊലിക്കുന്നു. ഇതാണ് ഷെല്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതങ്ങൾക്ക് ഈ ഇരബോധം, ഇരവാദം നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഞാൻ പീഡനത്തിന് വിധേയനാണ്, ഞാൻ എന്നിൽ മേൽ ബലപ്രയോഗം ഉണ്ടാകുന്നു, ഞാൻ തഴയപ്പെടുന്നു. ഇതൊക്കെ വരുന്നത് ഈ ലൈക്ക് എനിക്ക് കിട്ടിയില്ല, എനിക്ക് നഷ്ടപ്പെട്ടു, ഇത് മൊത്തം അവോയ്ഡ് ചെയ്യാം. You have to train and plan to avoid these things so that you will be free. നമ്മൾ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രീ ഓഫ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്, ദിസ് ബണ്ടിൽ, ദിസ് ബർഡൻ. അങ്ങനെ ഒരു നിങ്ങൾ നല്ലൊരു ഉപ്പിയൊക്കെ ഇങ്ങനെ പുറകെ എടുത്ത് വെച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ വേഗതയിൽ നടക്കാൻ കഴിയില്ല. ചന്തം ഉണ്ടാവില്ല, ഭയങ്കര ആയാസമായിരിക്കും. യു വിൽ ഫോൾട്ടർ, യു വിൽ ഗെറ്റ് എക്സോസ്റ്റഡ്. സോ ഈ ചാക്കുകളെടുത്ത് മാറ്റുക, ബി ഫ്രീ. യെസ്, അങ്ങനെ ഒരു ഫ്രീ തിങ്കിങ്. ആ ഫ്രീ തിങ്കിങ്ങിനെ കുറിച്ച് പോകുന്നതിന് തൊട്ട് മുമ്പേ പറഞ്ഞു പോയ ആ ഒരു ടോപ്പിക്കിൽ പെട്ടെന്നൊരു സംശയം തോന്നി, ഒരു ക്യൂരിയോസിറ്റി. കുട്ടികളായിട്ടിരിക്കുന്ന എല്ലാവർക്കും എക്സാം വരിക എന്ന് പറയുമ്പോൾ ഒരു ഫിയർ ആണ് അല്ലേ? നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് ടെൻഷൻ എക്സാം എന്ന് പറയുമ്പോൾ. മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ചില കുട്ടികൾക്ക് ബോധക്കേട് വരുന്നു, ടെൻഷൻ വരുന്നു. പക്ഷെ സാറ് ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് വല്ലാണ്ട് ക്രേവ് ചെയ്തിട്ട് നിന്നൊരു കുട്ടി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് ഒരു പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ സാർ തന്നെയായിരുന്നിരിക്കോ? നോട്ട് എക്സാക്ട്ലി. കുട്ടിയായിരുന്നപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. കുട്ടിയായിരുന്നപ്പോൾ എക്സാം എനിക്ക് ഭയങ്കര ഒരു പേടി തന്നെയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലെ മലയാളത്തിന് ഞാൻ സ്കൂളിൽ തന്നെ എന്നെ ഒന്നാമനായിരുന്നു. എൻ്റെ
പേപ്പറൊക്കെ മറ്റ് ABCD ഡിവിഷനിലൊക്കെ ടീച്ചർ കൊണ്ടുവന്ന് അത് കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പക്ഷെ അപ്പോൾ ഒരു ആട് ടെൻഷനായി. അപ്പോൾ ഞാൻ സ്കൂൾ ബെസ്റ്റ് ആവും, അല്ലെങ്കിൽ മലയാളത്തിന് മാത്രം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേക എൻഡോമെന്റ് അവാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഒരു ഇതാണല്ലോ, ഒരു റോജർ ഫെഡറർ മോഡലായിരുന്നു അന്ന് ഞാൻ സ്കൂളിൽ മലയാളത്തിന്റെ കാര്യത്തിൽ. പക്ഷേ ആദ്യത്തെ ദിവസം പരീക്ഷ ആയപ്പോഴത് തലേ ദിവസമായപ്പോൾ എനിക്ക് ഭയങ്കര പനി, ചൂട്, അന്ന് വരെ ഇല്ലാത്തൊരു പ്രശ്നം. ഞാൻ ഫിസിക്കലി വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, എനിക്ക് എഴുതുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ തന്നെ എന്നോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഇത്രയും ടെൻസ് ആയത്, ഇത്രയും ഇതായത് എന്നാലോചിക്കുമ്പോൾ എൻ്റെ സംഭ്രമം, ആശങ്ക, വ്യാധി, ഇങ്ങനെ കുറെ സാധനം ഉണ്ടല്ലോ, ടെൻഷൻ, അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ എനിക്ക് അത്ര പ്രതീക്ഷയില്ല, ഞാൻ ടോപ്പ് ആവുമെന്നുള്ള ഒരു ഇതില്ല. പക്ഷെ ഞാൻ വളരെ കൂളായിട്ട് രണ്ടാമത്തെ എഴുതി. രണ്ടാമത് ഇംഗ്ലീഷ് ആയിരുന്നു, ഓർഡിനറി എന്ന് പറയാം, 76 അത്രയൊക്കെ മാർക്ക് കിട്ടും. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ പഠിക്കുകയാണ്. ഐ ലേൺ ആൻഡ് ഐ ട്രെയിൻ ആൻഡ് ഐ പ്ലാൻ ആൻഡ് ഐ അവോയ്ഡ്. ഇതാണ് ഒരു മെത്തേഡാണ്. നമ്മളോട് നടത്തുന്ന സംവാദങ്ങൾ, നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് കിട്ടുന്ന ഉത്തരങ്ങൾ, അത് നമ്മൾ നടപ്പിലാക്കി ഇങ്ങനെ പോകുമ്പോൾ അനുസരിച്ച് നമ്മൾ ഓരോന്നോരോന്നായി കൈയൊഴിയും. അങ്ങനെ കൈയൊഴിഞ്ഞ് വരുമ്പോൾ ഒരെണ്ണം എടുത്ത് മാറ്റുമ്പോൾ, ഈ മുറിയിൽ നിന്ന് തന്നെ ഒരു സാധനം എടുത്ത് മാറ്റുമ്പോൾ അവിടെ വേറെ സാധനം വെക്കാൻ പറ്റും, സ്പേസ് ഉണ്ടാക്കും. നിങ്ങളുടെ വസ്ത്രങ്ങൾ തന്നെ കൊണ്ട് വീടും നിറയ്ക്കുമ്പോൾ കുറേയൊക്കെ കൊണ്ടുവന്ന്, ഇപ്പോൾ പുതിയ ടെക്സ്റ്റൈൽസുകളിലൊക്കെ പഴയ വസ്ത്രം കൊടുത്താൽ 350 രൂപ കിട്ടും, കൊടുത്തിട്ട് പക്ഷെ അവർ ആ കൂപ്പണാണ് തരുന്നത്, അവര് പൈസ തരില്ല, പകരം. എന്നിരുന്നാലും നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. യു ഹാവ് ടു ചേഞ്ച് വാട്ടർ. ഒരു അക്വേറിയത്തില് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, അതില് മാറ്റുന്നോളം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് സാറിന് തോന്നിയതും ഇങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് ചുവട് വെച്ചതൊക്കെ എപ്പോഴായിരിക്കും? ഏകദേശം ഒരു അഡൽട്ട് ആയതിനു ശേഷമാണോ, കോളേജ് ഗ്രാജുവേഷൻ ആ ഒരു പീരീഡിലൊക്കെയാണോ? I think you are very particular about the point, the time, the epoch. I don't think that it's always an evolution. I cannot say that at that particular moment I changed upside down. No, I cannot say. അത് ബേബി പറയാം, ഫിസിക്കലി പറയാം, അവിടെ ചെന്ന് കാലൊടിഞ്ഞു, പിന്നെ കാലൊടിക്കലും നേരെ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് വൺ മൊമെന്റ്. ബട്ട് ഐഡിയോളജിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഐ തിങ്ക് നമുക്കൊരു പോയിന്റ് അതിനകത്ത് ഒരു സമയ ബിന്ദു പറയാൻ പറ്റുന്നില്ല. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദേ ആർ ലൈങ്. ഗ്രാജുവലി ഇതെപ്പോഴോ ഇങ്ങനെ നമ്മളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. അതെല്ലാം വൈകാരിക അവസ്ഥകൾ, അതിപ്പം ഈവൻ ചിന്തയായാലും പ്രണയമായാലും ഏത് കാര്യമാണേലും അതിന്റെ ഒരു ആക്ച്വലി അതെവിടെ തുടങ്ങി, അനാദിയാണ്, ഒറ്റ വാക്കി പറഞ്ഞു. അനാദി എന്ന് പറഞ്ഞാൽ ആദ്യം ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കറിയാൻ കഴിയില്ല. ആക്ച്വലി ഇറ്റ്സ് എ പ്രോസസ്. ഇപ്പത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഓർഗാനിക്കലി വന്ന ഒരു സംഭവങ്ങളാണ് അല്ലേ? അപ്പോ ഞാൻ എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോയത്, അവിടെ നിന്നാണോ സാർ ഈ ഒരു ഫ്രീ തിങ്കിങ്ങിലേക്ക് വന്നത്? എനിക്ക് ആ ഒരു അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ നിന്നും സാറ് മുമ്പേ പറഞ്ഞ പോലെ ഒരു രീതിയിലും കോൺഷ്യസ്ലിയോ സബ് കോൺഷ്യസ് മൈൻഡിലോ നമ്മൾ വെക്കാന്ന് പറഞ്ഞ ഒരു ബാക്ക് ഫുൾ ഓഫ് ഒരു ഇതൊന്നും സാർ വെക്കാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. എല്ലാ ടെൻഷൻസിനെയും മാറ്റി ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ സാറിന് എപ്പോഴും സാർ അതില് നിൽക്കുന്ന ഒരു ആളാണല്ലോ. എവരിബഡി വാണ്ട്സ് ടു ബി ഫ്രീ. നെഗറ്റിവിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ, സംഭ്രമം, നമ്മുടെ പെർഫോമൻസിനെ മോശമായി ബാധിക്കുന്ന കാര്യങ്ങൾ കൈയൊഴിയണം എന്നുള്ള ആഗ്രഹം എന്റെ മാത്രം സ്വന്തമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ എല്ലാവർക്കും അത് പറ്റിയൊന്നും വരില്ല, അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്വയം അത് ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്വയം. ഇപ്പം യക്ഷിയെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? യക്ഷി ഉണ്ടായിട്ടാണോ യക്ഷിയെ പേടിക്കുന്ന? അല്ല, ബിക്കോസ് യക്ഷി ഇവിടെ ഉണ്ട്. ഇതിനെ നമുക്ക് റൂട്ട് ഔട്ട് ചെയ്ത് കളയാം. യക്ഷി എന്ന് പറയുന്ന ഒരു ആശയം പരിചയപ്പെടുകയും അതിന്റെ നമ്മൾ അടിമയാവുകയും ചെയ്യുമ്പോൾ യക്ഷി എന്ന് കേൾക്കുമ്പോൾ രാത്രി ഒരു വിറയിലും മറ്റു പ്രശ്നങ്ങളും, അല്ലെ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലൂടെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ യക്ഷി, ദൈവം, പ്രേതം, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒറ്റ സാധനം. ജ്യോതിഷം ഫോർ എക്സാമ്പിൾ, സാർ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതെ, ജ്യോതിഷത്തെ കുറിച്ച് ഒരുപാട്, കാരണം സയൻസിനെ കുറിച്ചുള്ള സാർ ഒരുപാട് അതിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? അപ്പം സാറിന്റെ അഭിപ്രായത്തിൽ അപ്പൊ ജ്യോതിഷം അല്ലെങ്കിൽ ആ ഒരു സയൻസ് എന്ന് പറയുന്നത് അത് ആക്ച്വൽ ആണോ, ട്രൂ ആണോ? നമുക്ക് സാറിന്റെ അഭിപ്രായത്തിൽ എന്താണത്? ഈ ജ്യോതിഷം വിശ്വസിക്കുന്നുണ്ടോ? ആക്ച്വലി രമ്യ, ഈ ജ്യോതിഷം വിശ്വസിക്കുന്ന 99% ആളുകൾക്കും they do not know or they do not want to know what it is. അവർക്കറിയില്ല എങ്ങനെയാണ്. അവരാകെ കരുതിയിരിക്കുന്ന എന്തോ ഇതിനകത്ത് സൂര്യൻ, ചന്ദ്രൻ, മറ്റേത് കാര, ഭൂ,
ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒന്നാമത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. നമുക്ക് സൂര്യനില്ലേ, സൂര്യനുണ്ടല്ലോ, ചന്ദ്രനുണ്ട്, പിന്നെ അതുണ്ട്, ഇതുണ്ട്, ജനനമുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ആക്ച്വലി ഇതൊരു പാരഡിയാണ്. ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പാരഡിയാണ് ബേസിക്കലി. അതിന് സയൻസുമായിട്ടൊരു ബന്ധമില്ല. ഈ ജ്യോതിഷം വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ദൈവം വർക്ക് ചെയ്യുന്നതും വാസ്തു വർക്ക് ചെയ്യുന്നതും കൈനോട്ടം വർക്ക് ചെയ്യുന്നതും. ഇതെല്ലാം ഒരു സാധനമാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഇവിടെയാണ്. ജ്യോതിഷവും സയൻസും തമ്മിൽ ബന്ധമില്ലെന്നാണോ സാർ പറയുന്നത്? എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ചോദ്യങ്ങൾ ചോദിക്കൂ, സന്തോഷത്തോടെ ചോദിക്കൂ. ജ്യോതിഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സയൻസ് സാർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ് ഈസ് സയൻസ്. അബ്സല്യൂട്ട്ലി നോട്ട്. എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഓക്കെ, ഐ ആം ഗ്ലാഡ് ടു ഡു ദാറ്റ്. സി, ജ്യോതിഷത്തിൽ നമ്മൾ ഉദാഹരണമായിട്ട് ഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു, നക്ഷത്രങ്ങൾ ഉപയോഗിക്കുന്നു. എല്ലാം ഗ്രഹങ്ങളാണ്. സൂര്യൻ പോലും അതിൽ ഗ്രഹമാണ്. സൂര്യൻ ഗ്രഹമാണെന്ന് പറയുമ്പോൾ അത് സയൻസ് അല്ലല്ലോ. അല്ല, ഇത് ഭൂമി കേന്ദ്രീകൃതമാണ്. ഭൂമിക്ക് ചുറ്റും ഇതിങ്ങനെ വരുന്നു എന്നാണ് അവർ പറയുക. അപ്പൊ ഭൂമി കേന്ദ്രീകൃതമായ ഒരു സിദ്ധാന്തം സയൻസ് അല്ലല്ലോ. അത് ഭൂമി അല്ലല്ലോ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. സൂര്യൻ ഭൂമിയെ ചുറ്റും അല്ലല്ലോ, ആണോ? അല്ല. ഓക്കെ. അപ്പൊ അതിനകത്ത് ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും അത് സയൻസ് അല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ട്രോണമി എന്ന് പറയുന്നുണ്ട്, സയൻസ് ഉണ്ട്. അപ്പോൾ സൂര്യൻ, ഭൂമി, ഇതിനെയൊക്കെ സൂര്യനെ ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ ചുറ്റുന്നു, അതിന്റെ സഞ്ചാരപഥം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അത് സയൻസാണ്. ഇത് ആ സയൻസിലെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നു. ഈ സൂര്യൻ, ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ സംഗതി എടുത്തിരിക്കുന്നു. ഈ പഴയ അസ്ട്രോളജി, പഴയ അസ്ട്രോണമി, ലൈക്ക് സമയം അറിയാനായിട്ട് പണ്ടത്തെ ആൾക്കാർക്ക് യാതൊരു ഉപാധിയും ഇല്ല. ഇപ്പൊ സമുദ്ര സഞ്ചാരികള്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവര്, അവർക്ക് എങ്ങനെയാണ് സമയം അറിയാൻ കഴിയുക? അപ്പൊ അവര് ആകാശത്തേക്ക് നോക്കും. ആ നക്ഷത്രം ഇത്ര സമയമാകുമ്പോൾ ഉദിച്ചിത്ര അസ്തമിക്കും. അതിനനുസരിച്ച് സമയം കറക്റ്റ് ചെയ്യും. പകൽ സമയത്ത് അവര് സമയം അറിയാനായിട്ട് സൂര്യനെ നോക്കും, നിഴല് നോക്കി സമയം പറയാൻ കഴിയും. അപ്പം ഒരു ഘടികാരമായിട്ട് മാനത്തെ, ആകാശത്തെ കണ്ട സമയത്താണ് ഈ ശരിക്കും ഈ വാന നിരീക്ഷണം എന്ന് പറയുന്ന സാധനം വന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ? ജ്യോതിഷം ഇതല്ല, അബ്സല്യൂട്ട്ലി നോട്ട്. ഫോർ എക്സാമ്പിൾ, രമ്യയുടെ നാള് അശ്വതിയാണ്. എന്താണ് ഈ അശ്വതി എന്ന് പറയുന്നത്? അശ്വതി എന്ന് പറയുന്നത് 3 നല്ല പ്രകാശ തീവ്രതയുള്ള 3 നക്ഷത്രങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുതിരയുടെ 3 അശ്വം പോലെ തോന്നും. ഒരു 2 കണ്ണും ഒരു മൂക്കും. അപ്പോൾ അത് ലുക്ക് ലൈക്ക് എ ഹോഴ്സ്. അപ്പോൾ അതിന് അശ്വതി എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വേറെ കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളുണ്ട്, അകലെ നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊരു കോൺസ്റ്റലേഷൻ ആണ്. It's not a single star. അപ്പോൾ that constellation looks like a horse, face of a horse from here. So you call it അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചൊരു അശ്വത്തിൻ്റെതായിട്ടുള്ള കുറെ ക്വാളിറ്റി എഴുതി വെക്കുന്നു. ആക്ച്വലി ഒരു നക്ഷത്രം എന്ന് പറയുന്നത് എന്താ പറയുക? നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ്. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. 8.5 മിനിറ്റ് വേണം സൂര്യന്റെ പ്രകാശം ഇവിടെ വരാൻ. ഇത് കഴിഞ്ഞാൽ നിൽക്കുന്ന ഏറ്റവും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പ്രോക്സിമ സെന്ററി എന്ന് പറയുന്ന ഒരു നക്ഷത്രം, ആൽഫ സെന്ററി എന്ന് പറയും. അത് ഒന്നിലധികം നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രം 4 പ്രകാശവർഷം അകലെയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സൂര്യൻ കഴിഞ്ഞ്. എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രം മരിച്ച് 4 വർഷം കഴിഞ്ഞ് 4 വർഷത്തോളം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ ജ്യോതിഷത്തിൽ പറയുന്ന നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അശ്വതി, അതേ കണക്കുള്ള, ഇതൊന്നും നക്ഷത്രങ്ങളല്ല എക്സെപ്റ്റ് തിരുവാതിര. തിരുവാതിര മാത്രമാണ് ഒരു റെഡ് ജയന്റ് വലിയ നക്ഷത്രം. ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റലേഷൻസ് ആണ്. ഈ കോൺസ്റ്റലേഷൻസ് ആക്ച്വലി 750, 350, ആയിരക്കണക്കിന് പ്രകാശവർഷം അകലെയാണ്. അപ്പൊ നിങ്ങൾ അശ്വതി നക്ഷത്രത്തിലാണ് ജനിച്ചെന്നിരിക്കട്ടെ, അശ്വതി നക്ഷത്രത്തിലെ ആ നക്ഷത്രങ്ങൾ 100 കണക്കിന് പ്രകാശവർഷം അകലെയാണ് എങ്കിൽ നിങ്ങൾ ജനിച്ച സമയത്ത് ആ നക്ഷത്രം അവിടെ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. 100 വർഷത്തിന് മുന്നേ അവിടുന്ന് പുറപ്പെട്ട പ്രകാശമാണ് ഇവിടെ വരുന്നത്. പിന്നെ അത് തീർച്ചയായിട്ടും നിങ്ങളെ സ്വാധീനിക്കുന്നില്ല, നിങ്ങളിൽ യാതൊരുവിധ ഫോഴ്സോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു കഥയാണ് ആക്ച്വലി. ഡു യു തിങ്ക് ദാറ്റ് ഈ 750 പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രം, ഇപ്പൊ ഷേക്സ്പിയർ ജനിച്ച നക്ഷത്രം ഇതേ കണക്കൊരു നക്ഷത്രമാണെങ്കിൽ ഇപ്പോഴും ആ നക്ഷത്രം അവിടെ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 750 വർഷം കഴിയണം. ഷേക്സ്പിയറിനെ നാളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. You see the difference? കാര്യം മനസ്സിലാവുന്നുണ്ടോ? അല്ല, പക്ഷേ ഇറ്റ് ഈസ് പ്രൂവൺ സർ. അസ്ട്രോളജി ഓർ ജ്യോതിഷം എന്ന് പറയുന്നത് അത് സയൻസ് ആണ്. എത്രയോ പേര് പ്രൂവ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. പക്ഷെ സാർ അതിനോട് ഒരു രീതിയിലും യോജിക്കുന്നില്ല. അങ്ങനെ ഇതാണ് നമ്മൾ പറയുന്ന കൺവിക്ഷൻസ് എന്ന് പറയുന്നത്. അസ്ട്രോളജി സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സയൻസ് മുന്നോട്ട് പോയിട്ട് തന്നെ കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഹോമിയോപ്പതി, ഇറ്റ് വർക്ക്സ് ഫോർ സോ മെനി പീപ്പിൾ. വളരെ
പഞ്ചാര ചക്കര സാധനമാണ്. അത് ശരിയാണെന്ന്, അത് ശാസ്ത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സയൻസ് ഇല്ല. അസ്ട്രോളജിയുടെ കാര്യത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ആളുകൾ നമ്മൾ വിചാരിക്കും ചില ജ്യോതിഷക്കാർ പറയുന്ന പല കാര്യം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ അത് ശരിയാണെന്ന് ധരിക്കുന്നത്. ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, ഈ ജ്യോതിഷം പറയുന്നത് ഫലിക്കാത്തത് കൊണ്ടല്ല ജ്യോതിഷം തെറ്റാണെന്ന് പറയുന്നത്. ഫലിച്ചാലും തെറ്റാണ്. യു ഗെറ്റ് മൈ പോയിന്റ്? യെസ്. ഫലിച്ചാലും തെറ്റാണ്, ഫലിക്കാത്തത് കൊണ്ടല്ല. ഇപ്പൊ പലരും ഇപ്പൊ ജ്യോതിഷം പല രീതിയിലൊക്കെ പറയും, പൊട്ടാറുണ്ട്, അവരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കളിയാക്കാറുണ്ട്. അതുകൊണ്ടല്ല ജ്യോതിഷം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അത് ഫലിച്ചു എന്നിരിക്കട്ടെ, 1-2 കാര്യങ്ങൾ ഫലിച്ചു എന്നിരിക്കട്ടെ, എന്നാലും അത് പൊട്ടത്തരമാണ്, തെറ്റാണ്. ബിക്കോസ് സർ അതിൽ വിശ്വസിക്കുന്നതേ ഇല്ല. എന്തിനാണ് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത്? നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മുടെ സൂര്യനുണ്ട്, വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതുണ്ട്. Which is a fact, അല്ലേ? അപ്പൊ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. അതേപോലെ ഓരോ നക്ഷത്രങ്ങളുടെ പൊസിഷൻസ് വെച്ച് ഓരോ കാൽക്കുലേഷനിലും എഴുതി വെക്കുന്നതാണ് ഈ അസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നത്. അത് വെറുതെ കാലേക്കൂട്ടി ഇന്ന നക്ഷത്രത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും ഓരോ സ്വഭാവമോ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അവരുടെ ജനന സമയവും ആ നാളും വെച്ച് ഗ്രഹങ്ങളുടെ ആ സമയത്തെ അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ അത് ഇതുവരേക്കും അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അത് അച്ചട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സർ ചിരിക്കുന്നു. ഇതൊക്കെ ആക്ച്വലി അല്ല, ഞാൻ ഡ്യൂ റെസ്പെക്ട് യു ഐ സേ നോ വിത്ത് ഡ്യൂ റെസ്പെക്ട്. ഞാനും പറയുന്നത് ഇത് തന്നെ. നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. കാൽക്കുലേഷൻ, ഈ പറയുന്ന ആളുകൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നു, മറ്റേത് പറയുന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല യഥാർത്ഥത്തിനകത്ത്. ഞാൻ ഈ പറഞ്ഞില്ല, ഒരു 600 പേജുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പകിട 13 എന്ന് പറയും. ഈ നക്ഷത്രം എന്താണ്, രാശി എന്താണ്, അതിനകത്ത് തിരിക്കുന്ന എങ്ങനെയാണ്. ഇത് ഫലഭാഗമാണ്. ഫലഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിങ്ങൻ രാശി എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രിയാണ് ആകാശത്ത്. അതിന്റെ ഒരു ബേസിക് ആയിട്ട് നോക്കുന്നത്. ആ 30 ഡിഗ്രിയിൽ കിടക്കുന്ന കുറെ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഒരു സിംഹം കിടക്കുന്നത് പോലെ തോന്നുന്നു. ആ ഒരു നക്ഷത്ര രാശിയിലൂടെ സൂര്യൻ കടന്നു പോകാനായിട്ട് 1 മാസം എടുക്കും. അതാണ് ചിങ്ങമാസം. ചിങ്ങം. വേറെടുത്ത് ചെല്ലുമ്പോൾ കാണാം, എന്താ അത്, കുംഭം പോലെ. കുംഭം എന്ന് പറയുന്നതിന് ആ മാസത്ത് മഴ ഉള്ളതുകൊണ്ടാണ് കുംഭം, മഴയെടുത്ത് വെള്ളം ഒഴിക്കുന്നത്. അത് ഇവിടെയാണ് മഴ. അത് വേറെടുത്ത് ചെല്ലുമ്പോൾ അത് കുംഭം, ഇവിടെ ചൂടാണ്. ഇത് ഹിമാലയ സ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ അത് മഴയാണ്. പല രീതിയിൽ മാറും. അപ്പൊ നമ്മളതിനെ കുംഭം എന്ന് വിളിക്കും, അവർ വേറൊന്ന് വിളിക്കും. ഇത് ആക്ച്വലി ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. സയന്റിഫിക്കലി യാതൊരുവിധ വാലിഡിറ്റിയും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നും. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നതിന് ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സൗരയൂഥവും ഒന്നും ആവശ്യമില്ല. കൈ നോക്കി പറയാം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നും. ഈ അച്ചട്ടെന്നല്ലേ പറഞ്ഞേ, അങ്ങനെ തന്നെ തോന്നും. ഈ ചിലയിടത്ത് ഈ താമ്പൂലം ഉണ്ട്, വെറ്റില കൊണ്ടുവന്നിട്ട് അതിന്റെ അഗ്രങ്ങള്, അതിനകത്ത് പുള്ളി പൂരൊക്കെ വെച്ച് നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും പറയാം. ഞാൻ പറയാം, ഇതൊന്നും ഇല്ലാതെ ഞാൻ വേണേ രമ്യയെ കുറിച്ച് 10 കാര്യങ്ങൾ പറയാം. ഒരു 5 ഓക്കെ ആയിരിക്കും, കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. പിന്നെ ഒരു 2 ഒരു ഈഫി ആയിട്ട് ഒരു 2 കാണും. ബാക്കി 3 പൂർണ്ണമായിട്ട് തെറ്റുമില്ല. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇതൊരു മനോവ്യാപാരമാണ്. നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സുഖമായിട്ട് കീഴ്പ്പെടുത്താൻ കഴിയും. അത് അവർ വിനിയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വന്നിരിക്കുന്നത് ഒരു പ്രശ്നക്കാരനെ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ എന്താണ്? ഒരു ജ്യോതിഷം എടുത്ത് പോകുന്നു, രമ്യ പോകുന്നു, വിത്ത് ഹസ്ബൻഡ്, വിത്തൗട്ട് ഹസ്ബൻഡ്, 2 ഇതായിരിക്കും. വിത്തൗട്ട് ഹസ്ബൻഡ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മോസ്റ്റ്ലി അബൌട്ട് യുവർ ഹസ്ബൻഡ് ആൻഡ് യുവർ ചിൽഡ്രൻ. വിത്ത് ഹസ്ബൻഡ് ആണെങ്കിൽ ഇത് ജസ്റ്റ് ലൈക്ക് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് സാർ പറയുന്നതിന്റെ കൂടെ എന്നാ ഞാൻ ഒന്നും കൂടെ ചോദിച്ചോട്ടെ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സാറിന്റെയും ഒരുപക്ഷെ സാറും ഒരു ഹിന്ദു ഫാമിലിയിൽ തന്നെ ജനിച്ച ഒരാളാണ്. സാറിന്റെ ജാതകം എഴുതിയിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ജാതകം. കണ്ടിട്ടില്ല. എന്നാൽ ഓക്കെ, ഹിന്ദു കൾച്ചർ അനുസരിച്ചിട്ട് നമ്മൾ ജനിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ തന്നെ ജാതകം എഴുതും അല്ലേ? ഈ ജാതകം നല്ല ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു ജ്യോത്സ്യനാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ആ ജാതകത്തിൽ അന്ന് ആ കുഞ്ഞ് ജനിച്ചിട്ടേ ഉള്ളൂ. ആ കുഞ്ഞ് ഇത്രയും ഫ്യൂച്ചർ കണ്ടിട്ട് പോലുമില്ല. ആ കുഞ്ഞ് എന്തിലേക്ക് എത്തിപ്പെടും, അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ ഈ പറയുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ആ താളിയോലയിൽ അല്ലെങ്കിൽ ആ ബുക്കിൽ ഒരു ജ്യോതിഷർ എങ്ങനെ പിന്നെ ജ്യോത്സ്യൻ എഴുതും? എന്റെയൊക്കെ ജാതകത്തിൽ ഇത് അച്ചട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കും അത് ശരിയാവുന്നുണ്ടാവുക? ഗ്രഹനില ഇത് ഒരുപാട് എന്താ അറിയോ, യു വോണ്ട് ഫൈൻഡ് ഇറ്റ് ഈസി. കാരണം ഇതിനകത്ത് കുറെ ബേസിക് ആയിട്ടുള്ള എങ്ങനെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ദ പ്ലാനറ്റ്സ്. സൗരയൂഥം മുഴുവൻ ഇല്ലാതായാലും ജ്യോതിഷം വർക്ക് ചെയ്യും.
സൂര്യൻ തന്നെ നശിച്ചാലും ജ്യോതിഷം വർക്ക് ചെയ്യും. ബിക്കോസ് അത് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിനാണ്, നിങ്ങളാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം അച്ചട്ടായിട്ട് വന്നിട്ടുണ്ട്, ഇത് ശരിയാണെന്ന് തോന്നി. ഞാൻ ആ പുസ്തകത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ആളുകൾ ഈ പറയുന്ന സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് പകിട 13 എന്നാണ് പുസ്തകത്തിന് പേര്, DC ബുക്സ് ഇറക്കിയ. അതിനകത്ത് പറയുന്നുണ്ട്, അതിനകത്തൊരു കാര്യം തന്നെ, ഒരു ഓഫീസിൽ ഒരാൾ പുതുതായിട്ട് വരുന്നു, അയാളുടെ HOD അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ഹെഡ്, അയാളൊരു ഭയങ്കര ജ്യോതിഷ ഇതാണ്, അതുകൊണ്ട് സ്ത്രീകളൊക്കെ വന്നിരിക്കും, ഉച്ചയ്ക്ക് പറഞ്ഞു കൊടുക്കും, ഭയങ്കര സംഭവം, ചിലരുടെ കൈ നോക്കി കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. സെറ്റായിട്ട് ഇന്ന് പോവുകയാണ്. അപ്പം അയാളുടെ അസിസ്റ്റൻ്റായിട്ട് വന്ന ആള് ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ ക്രിസ്ത്യനായി ഇയാള്, അതുകൊണ്ട് തന്നെ ഈ ജ്യോതിഷത്തിലേക്ക് വിശ്വാസം, അയാൾ ചുമക്കേണ്ട അന്ധവിശ്വാസങ്ങളിൽ അത് പെടുന്നില്ല. എല്ലാവർക്കും ഓരോ ചുമടാണല്ലോ, ആ ചുമടിൽ അത് വരുന്നില്ല, അതുകൊണ്ട് പുള്ളിക്ക് വേറെയാണ്. അപ്പൊ ഈ സെക്ഷൻ ഓഫീസർ പറഞ്ഞാൽ നിന്റെ കൈ ഒന്ന് കണ്ടിട്ട് ഞാൻ നോക്കട്ടെ. സാറേ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല, അത് നിങ്ങളുടെ ആണ്, എന്നാലും കാണിക്കുക. ഇല്ല സാറേ താല്പര്യമില്ല. അങ്ങനെ ഒരു കുറേ നാൾ മുന്നോട്ട് പോകുമ്പോൾ അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നു, സഹകരിക്കുന്നു, കാപ്പിയോടി മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ദിവസം നീ കൈ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. ഒരു ദിവസം കാണിച്ചു. കൈ കാണിച്ചിട്ട് പുള്ളി പറഞ്ഞു, നിനക്ക് 2 കുട്ടികളുണ്ട്. നിങ്ങളെ കൈ നോക്കിയിട്ട് പറഞ്ഞു. അന്നേരം ഇല്ല, 2 കുട്ടിയില്ല, എനിക്കൊരു കുട്ടിയേ ഉള്ളൂ. മറ്റേ കുട്ടി എവിടെ പോയി? മറ്റേ കുട്ടിയോ? എനിക്കറിയില്ല. മറ്റേ കുട്ടിയോ? സാർ എന്തേ പറയുന്നത്? ഞാൻ അറിയാതൊരു കുട്ടിയോ? നീ നിന്റെ വൈഫിനെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അന്നേരം വൈഫിനെ വിളിച്ചു ചോദിക്കുന്നു. അന്നേരം വൈഫ് ആകെ ഇതേ കണക്കൊരു വിശ്വാസിയാണ്. അത് ചേട്ടാ ഇല്ല, മറ്റേ അതെന്നാ അബോർഷനായ ആ കേസായിട്ട്, ചിലപ്പോൾ അത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചില്ലേ ആദ്യത്തെ കുട്ടി, അത് അങ്ങനെ പോയത് അതായിരിക്കും ചിലപ്പോൾ സാറ് പറഞ്ഞു. അയ്യോ ആണോ? സാറ് ഇതെങ്ങനെ കണ്ടു? പിന്നെ കൈ വിറയ്ക്കുന്നു, ദേഹം വിറയ്ക്കുന്നു, വല്ലാതെ ആകെ ഡൗണായി. സാറ് ഞാൻ ഭയങ്കര തെറ്റാണ് സാറിനോട് ഇത്രയും ചെയ്തത്, ഇതൊരു വലിയൊരു വിദ്യയാണ്, വലിയൊരു സയൻസാണ്, എനിക്ക് ഒരു കുട്ടിയേ ഉള്ളൂ, പക്ഷെ സാറ് 2 ഉണ്ട്. സാർ എന്തുകൊണ്ടാ പറഞ്ഞത്? അപ്പൊ എന്റെ കൈ നോക്കുമ്പോൾ 2 വകുപ്പുണ്ട്, 2 കാണണം. എന്റെ പ്രായം 35 പറഞ്ഞേ, 35 2 ഞാൻ ഇതിനകത്ത് കണ്ടത്, അതില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇവനാകെ ഫ്ലാറ്റായി. ഇവിടെ ഇപ്പൊ ഞാൻ ഈ സാധനം എടുത്ത് ഒരു ജ്യോതിഷ പക്ഷത്തിൽ നിന്ന് രമ്യയോട് പറയാം. രമ്യ പറയാം, ആഹാ ഇത് ഭയങ്കര സംഭവമാണല്ലോ, ഇതേപോലുള്ള സ്റ്റോറി, ഇത് ബിലീവബിൾ അല്ലേ സ്റ്റോറി? അതെ. എന്താ ഇവിടെ സംഭവിച്ചത്? അപ്പൊ സാറ് പറയുന്നത് അദ്ദേഹം വെറുതെ പറഞ്ഞു പോയതായിരിക്കും. വെറുതെ പറഞ്ഞല്ല, പ്രായം നോക്കി 35 വയസ്സാകുമ്പോൾ 2 കുട്ടികൾക്ക് ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി നോക്കി അങ്ങനെ ഒന്ന് ഗസ് വർക്ക് ചെയ്തതായിരിക്കും എന്നാണോ ഇപ്പൊ സാറ് പറയുന്നത്? അതൊക്കെ ഓക്കെ, അതെല്ലാം ഓക്കെ, അതല്ല അവിടെ സംഭവിക്കും. എല്ലാ പ്രവചനങ്ങളും എല്ലാ നിരീക്ഷണങ്ങളും പൊതുവായിട്ട് നടത്തുന്നതാണ്. ചിലപ്പോൾ ഹിറ്റ് ഓർ മിസ് ചെയ്താൽ, ഹിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, മിസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ ഇയാൾ ഈ കൈ നിട്ട ഈ സാധനം 2 കുട്ടികൾ, അപ്പം ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കുട്ടി ഓക്കെ. 2ാമത്തെ കുട്ടിയെ ഇയാള് ചുമ്മാ ഇടുകയാണ്. സപ്പോസ് ഭാര്യയെ വിളിച്ച് ചോദിക്കുന്നു, പിന്നെ അപ്പൊ ഭാര്യക്ക് കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല, ഇയാൾക്കും കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല. ഇയാൾ പറഞ്ഞ തെറ്റാണെന്ന് തെളിയിക്കാൻ മറ്റേയാൾക്ക് പറ്റുമോ? അയാൾ പറയാ, ഓക്കെ എടാ ഞാൻ 2 കാണുന്നുണ്ട്, നിനക്ക് എത്ര വയസ്സുണ്ട്? 35 ഉള്ളു. ആയിക്കോളും, ഇനി ആയിക്കോളും, 2 കുട്ടിയുടെ സാധനം ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. ഒന്ന് നിനക്ക് ഓൾറെഡി അല്ലെ അബോർഷൻ, അല്ലെങ്കിൽ ഇനി അയാൾ 4 കാലില്ല. ജ്യോതിഷി എപ്പോഴും 4 കാലില്ല. നിങ്ങളോട് ആ ഒരു കാര്യം ജ്യോതിഷപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സാധിക്കില്ല. ഇവിടെ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. ഇത് എങ്ങനെ പറഞ്ഞു വന്നാലും ഈ പറഞ്ഞ ആൾക്ക് അയാളെ തെറ്റാണെന്ന് തെളിയിക്കാൻ മറ്റേ വിശ്വാസിക്ക് സാധിക്കില്ല. ഈ ഒരു മാനിപ്പുലേഷനിലൂടെയാണ് ഈ സാധനങ്ങളെ മുഴുവൻ. അതിന് അവര് സൂര്യനും ചന്ദ്രനും ചൊവ്വാദോഷം ഇതൊക്കെ പറയുന്നതേ ഉള്ളൂ. ഇറ്റ് വിൽ വർക്ക് ഫോർ യു ഇഫ് യു ബിലീവ് ഇൻ ദാറ്റ്. അതായത് ഈ സാധനമല്ല ഇത് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ അന്ധവിശ്വാസമാണ്. അത് നിങ്ങൾ സമ്മതിക്കാതെ നിങ്ങൾ വിചാരിക്കും സൂര്യൻ ചന്ദ്രൻ നത്തിങ് ടു ഡു. ഈ 2 ഡിറ്റാച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഇതാണ് ഒരു സ്വാതന്ത്ര്യം, ഇതാണ് സ്വതന്ത്ര ചിന്ത. ഇത് 2 കൂടെ ക്ലബ് ചെയ്തായി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എവറി ടൈം അച്ചട്ട് അച്ചട്ട് അച്ചട്ട്. For that you need to have courage, openness and knowledge. A combination of all those things. നോളജ് ഉണ്ടായിട്ടും അത് ചില ആൾക്കാർ പഠിച്ച് ഭയങ്കര IAS, IPS, സയന്റിസ്റ്റുകൾ,
അവരെല്ലാം പഠിച്ച് കുറേ എഡ്യൂക്കേഷണലായിട്ട് ഒരുപാട് ഉയർന്ന തലങ്ങളിലെത്തും. ബട്ട് സ്റ്റിൽ ദേ വിൽ ബി സൂപ്പർസ്റ്റിഷ്യസ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കലി അല്ല അവർ പഠിക്കുന്നത്. അവരാ സാധനങ്ങൾ ഈ ചന്തയിൽ പോയി മീൻ വാങ്ങിച്ച് കൂട്ടുകയാണ്. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. എങ്ങനെ മീൻ പിടിക്കാം, ആ വിദ്യ പഠിക്കലാണ്. അപ്പൊ മീൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി പിടിക്കാം, കളക്ട് ചെയ്യാം, അല്ലാതെ പോയി വാങ്ങിച്ചു കൂട്ടണ്ട. ഇത് ആക്ച്വലി ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ചിന്താപരമായ സ്വാതന്ത്ര്യം. അല്ലാതെ നമ്മളിപ്പം എന്തോ ചുമന്നുകൊണ്ട് നടക്കുന്നു അതിങ്ങനെ മാറ്റുന്നതല്ല. ഇപ്പോൾ സ്വതന്ത്ര ചിന്ത, എത്തീസം എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഈ സാധനത്തെ ഇങ്ങനെ ഡീപ്രോഗ്രാം ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോൾ പറയുമ്പോൾ എന്തോ ഒരു ഇത് രമ്യക്ക് തോന്നി, ഷിഫ്റ്റ് ചെയ്ത്. ഇപ്പോൾ മറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല, അങ്ങനെയല്ല, എനിക്ക് അനുഭവമുണ്ട്. ഇപ്പൊ ഈ രമ്യയുടെ അനുഭവങ്ങൾ ഒരു 10 എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഡീബങ്ക് ചെയ്യാൻ പറ്റും. അച്ചട്ടെന്ന് പറഞ്ഞ കാര്യം, ബിക്കോസ് ഈ അച്ചട്ടെന്ന് പറയുന്ന ഒരു കാര്യത്തിലും ഈ പറയുന്ന ആൾക്ക് ഒന്നും അറിയില്ല. അയാൾക്കൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ. അയാൾക്ക് അറിയുന്നു എന്ന് ധരിപ്പിക്കുക. അതുകൊണ്ട് ജ്യോതിഷി വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ കൈനോട്ടക്കാരനും വെറ്റിലക്കാരനും ചിലയിടത്തുണ്ട്. ഈ ഒരു ഭിത്തി, അത് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നത്, മുറുക്കാനായിട്ട് വരും. താമ്പൂലം തന്നിട്ട് നിങ്ങൾ തുപ്പണം. തുപ്പിട്ട് ആ തുപ്പലിന്റെ ആകൃതി വെച്ചിട്ട് നിങ്ങളുടെ ഫലം മുഴുവൻ പറയും. കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ അവിടെ അടിച്ചു വീഴും, ഒരു ഭാഗം തളർന്നു പോകും. അവിടെ വർക്ക് ചെയ്യുന്ന തുപ്പലോ അല്ലെങ്കിൽ താമ്പൂലമോ വെറ്റിലയോ കയ്യോ ആകാശമൊന്നുമല്ല. 1.5 കിലോഗ്രാം ഓഫ് ജെല്ലി നിങ്ങളുടെ ഇതിനകത്തുള്ള ആ ക്രേനിയത്തിലിരിക്കുന്ന സാധനമാണ് നിങ്ങളെ കൊണ്ട് പ്രേതമുണ്ടെന്നും ദൈവം ഉണ്ടെന്നും മാടനുണ്ടെന്നും ദൈവം എന്നെ അനുഗ്രഹിച്ചെന്നും ശിക്ഷിച്ചെന്നും എല്ലാം നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ഇവിടെ നടക്കുന്ന വ്യാപാരങ്ങളാണ്, അല്ലാതെ പുറത്തുള്ള അല്ല. സാർ ഒരിക്കലും അമ്പലത്തിൽ പോയിട്ടില്ലേ? ഞാൻ ഇപ്പം അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പം ഇപ്പൊ സാർ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ? ഈ അമ്പലത്തിൽ പോവുക എന്ന് പറയുന്നത് സാധാരണ ഇതിൽ നമ്മൾ തുടക്കത്തില് ഭജന സന്ധ്യാനാമമൊക്കെ ചെല്ലാനായിട്ട്. അതെ, ചെറുപ്പത്തിലെ അച്ഛന്റെ അമ്മയുടെയും കൂടെ അങ്ങനെയൊക്കെ ആയിരിക്കും തുടങ്ങി, അല്ലെ? എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മള് ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ചെമ്പിനാൽ കൊല കഴിച്ച രാഘവ മുകുന്ദരാമ ഭാഗ്യവ എന്ന് നമ്മൾ പാടും അല്ലെ? അന്നൊരിക്കൽ പാടിയിട്ടുണ്ടല്ലേ, ചെറിയ കാലത്തൊക്കെ പാടിയിട്ടുണ്ട്. അതായത് ഒളിച്ചു നിന്ന് ഒരുത്തനെ അമ്പ് ചെയ്ത് കൊന്നവനെ അടിപൊളി. ഇത് ആക്ച്വലി ഇത് ഇമ്മോറലാണ്, ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അത് കൊല്ലുന്ന പോലും നേരെയല്ല. നമ്മളിതൊക്കെ എങ്ങനെയാ സാംശീകരിക്കുന്നത്? ചിന്തിക്കാതെ, പരിശോധിക്കാതെ, നമുക്ക് തരുന്ന ആ സാധനം നോക്കാതെ കഴിക്കണം. ഈ ഒരു വരി ഇപ്പോഴായിരിക്കും ശ്രദ്ധിച്ചല്ലേ? ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ചെമ്പിനാൽ കൊല കഴിച്ച രാഘവ. അപ്പൊ ബാലിയെ കൊല്ലുന്നതിന് മുമ്പ് ബാലി തന്നെ പറയുന്നുണ്ട്, ഒരു വാക്ക് പറയാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് പുള്ളി. അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ടല്ലേ? ഒളിച്ചു നിന്ന് കൊല്ലുന്ന ആള് ദൈവവും, അത് വീരത്വമല്ലേ? ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ ഒരു വരി എടുത്തിട്ടേ ഉള്ളൂ. ഇതേപോലുള്ള കാര്യമാണ് നമ്മൾ ഇപ്പൊ അറബിയില് ഖുർആനൊക്കെ ഓതി കേൾക്കുന്നവരുടെ എന്തോ ഒരു എന്താ പറയാ, ഈ പോട്ടെ, അറബിയുടെ കാര്യം വേണ്ട, ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന വായന, അത് കേൾക്കുന്നത് പുണ്യമാണ്. എന്താ കേൾക്കുന്നതെന്ന് പലരും അറിയില്ല. മിമിക്രിക്കാരത് രാമൻ അത് തോർത്തില്ലെന്നും ലക്ഷ്മണനും മുണ്ടില്ലെന്നും ഒക്കെ ആക്കുന്നത് അത് സത്യത്തിൽ മിനിമമാണ്. കാരണം വെച്ചാൽ ഇവർ പാടുന്നതോ പാരായണം ചെയ്യുന്നതോ ആരും അതിന്റെ അർത്ഥമോ ഒന്നും ശ്രദ്ധിക്കില്ല. ആ എരമ്പലാണ്. സോ യു ഡു നോട്ട് നോ വെൻ യു ബിലീവ്. സാറിന് ഒരു ശക്തിയിലും വിശ്വാസമില്ല, ഒരു സുപ്രീം പവറിൽ വിശ്വസിക്കുന്നില്ല. Okay, supreme power. Actually, you have no idea about the supreme power you are talking about. But നമ്മളിങ്ങനെ പറയണ്ട, ഒരു ശക്തി. ഈ പ്രപഞ്ചത്തില് എത്ര ശക്തികളുണ്ട്? പ്രധാനമായിട്ട് 4 ഫോഴ്സസിനെ പറയും കുറിച്ച്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ എനർജി ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. 4 എണ്ണം ഉണ്ട്. അതുപോലെ 4 എണ്ണം ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് ഫോഴ്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ഈ ഒരു ശക്തി എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അത് തന്നെ ഒരു തെറ്റാണ്. കാരണം ഒരു സംഭവത്തിനും കാരണം ഒന്നല്ല. ഒരു വസ്തുവിലേക്ക് അല്ലെ ഒരു കാര്യത്തിലേക്ക് കാരണം ഒരുക്കാൻ കഴിയുന്ന ഒന്നും ഈ ലോകത്തില്ല. എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ബഹു കാരണ സംബന്ധിയാണ്. വിവിധ കാരണങ്ങളാണ്, ഒന്നൊന്നിലേക്ക് നയിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു കാരണമായിട്ട് കാണാറുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാനൊരു ക്രിസ്ത്യൻ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ റെസിഡൻഷ്യൽ അല്ല, എന്നാലും വന്നു പോവുകയായിരുന്നു.
അപ്പൊ അന്ന് മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ്. അപ്പോൾ 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചത്, നോക്കൂ, കസേര മേശിരി ഉണ്ടാക്കി, വീട് എഞ്ചിനീയർ ഉണ്ടാക്കി, മറ്റേത് ഇന്നാറുണ്ടാക്കി, ദോശ ചുടുന്ന ആള്, എല്ലാം ഓരോന്ന് ഉണ്ടാക്കേഴ്സാണ് ലോകം മുഴുവൻ. അപ്പോൾ ഒരു അൾട്ടിമേറ്റ് ഉണ്ടാക്കർ ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ ടീച്ചർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ ചരാചരങ്ങളെ ഉണ്ടാക്കിയ ഒരാളുണ്ടാവില്ലേ? കുട്ടികളെല്ലാം പറഞ്ഞു ശരിയാണല്ലോ, ഈ ഫോൾസ് ലോജിക്കിലൂടെ നയിക്കുകയാണ്. യെസ് മാഡം, യെസ് മിസ് എന്ന് പറഞ്ഞ് പിള്ളേരെ അലറി വിളിക്കുകയാണ്. അവർക്ക് ഉത്തരമായി കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാൾ ഉണ്ടാകും. അതാരാണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ ജീസസ് എന്ന് വിളിക്കും, ബ്രഹ്മാവ് എന്ന് വിളിക്കും, വിഷ്ണു, അള്ളാഹു, മറ്റെങ്ങനെ കുറെ സംഭവം, അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ കുട്ടികൾ കൺവിൻസ്ഡായി, ഈ സാധനം അടിച്ചു വെക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? എല്ലാം ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കറുണ്ട്. ഇതിനെ നിങ്ങൾ ശക്തി എന്ന് പറയും. പിന്നെ ഇപ്പൊ പുതിയ വന്നിട്ട് ചിലപ്പം വിറയൽ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും പറയും. പക്ഷെ ഇങ്ങനെ ഈ ആദ്യത്തെ ഉദാഹരണം തന്നെ നോക്കൂ. കസേര മേശിരി ഉണ്ടാക്കി. കസേര മേശിരിയാണ് ഉണ്ടാക്കിയത്. കസേരയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ, നട്ട്, ബോൾട്ട്, തടി കഷ്ണം. തടി ആരാ ഉണ്ടാക്കിയത്? അയാളാണ് ഉണ്ടാക്കിയത്. ഈ ബോൾട്ടും നട്ടും ഒക്കെ അയാളാണ് ഉണ്ടാക്കിയത്. ഹി സിംപ്ലി അസംബിൾഡ് ഇറ്റ്. ഇത്രയല്ലേ ഉള്ളൂ. ഏതെങ്കിലും ഇപ്പൊ ദോശ ഉണ്ടാക്കുന്നവരെ നിങ്ങളുടെ കല്ലേക്ക് ഒരു ഒഴിച്ച് ഉണ്ടാക്കുന്നു. നിങ്ങളത് ആ സാധനം ഒന്ന് അസംബിൾ ചെയ്തു, കുക്ക് ചെയ്യുന്നു, അസംബിൾ ചെയ്യുന്നു, ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നു, ചിസിൽ ചെയ്യുന്നു, ഒരു പ്രതിമ ഉണ്ടാക്കുന്നു. ഒരു പാറക്കകത്തൊരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ പ്രതിമ അല്ലാത്ത പാറയുടെ ഭാഗങ്ങൾ ചെത്തിക്കളയുമ്പോൾ പ്രതിമയാകും. അപ്പൊ അതാരാ ഉണ്ടാക്കിയത്? ഇവിടെ എല്ലാം ചെയ്യുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സും എൻജിനീയറിങ്ങും കുക്കിങ്ങും എംബ്രോയിഡറിയും ഈ സാധനങ്ങൾ നമ്മൾ അവിടെ സാക്ഷ്യം വഹിക്കുന്നു. അത്രേ ഉള്ളൂ. വി ആർ നോട്ട് മേക്കേഴ്സ്. വി ഡോണ്ട് മേക്ക് എനിത്തിങ്. ഇതെല്ലാം ഇവിടെ ഉള്ള വസ്തുക്കളുടെ വേറെ രൂപഭാവങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഈ വസ്തുക്കൾ പുറകോട്ട് പോകുമ്പോൾ ഒരുപാട് കാരണങ്ങൾ വേറെയാണുള്ളത്. വൺ മേക്കർ എന്ന് പറയുന്ന സാധനം പ്രപഞ്ചവിരുദ്ധമാണ്, അയഥാർത്ഥമാണ്, തെറ്റാണ്, അപഹാസ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തി, ഒരു പ്രതിഭാസം, ഒരു വിറയൽ എന്നുള്ള ആ ചിന്ത തന്നെ തെറ്റാണ്. അതൊരു പക്ഷേ ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ ഞാനൊരു വിശ്വാസിയാണ്, സാറ് ഒരു ഏത്തിയിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ് പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല. എൻ്റെ പല ശരിയോടും സാറിനും യോജിക്കാൻ പറ്റില്ല. എനിക്ക് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവിടെ അങ്ങനെ ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന്. അത് ഒരുപക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കുഞ്ഞിലെ മുതലേ നമ്മൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതോ നമ്മളിലേക്ക് പലരും ഇൻജക്ട് ചെയ്തതോ നമ്മളിൽ അങ്ങനെ ഒരു തോന്നൽ വരുത്തുന്നതായിരിക്കാം. പക്ഷെ അത് ആ ലൈഫിൽ പലപ്പോഴായിട്ട് നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പവറിനെ കുറിച്ച്, ആ ഒരു ശക്തിയെ കുറിച്ച് എന്തോ ഒരു ആക്ച്വലി the case is very simple. So this is quite like ഞാൻ കുറെ ഉദാഹരണങ്ങളൊക്കെയാണ് പലരും ഇത്തരം അവസ്ഥകൾ പറയാറുള്ളത്. നമ്മൾ ചില ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആളുകൾ, ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വളരെ ഡേർട്ടി ആയിരിക്കും. എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ വളരെ മനോഹരമാണെന്നല്ല എൻ്റെ മനസ്സിലായി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലൊക്കെ പലപ്പോഴും അവർ ഈ ടോയ്ലറ്റ് ഒക്കെ ഒന്നിലധികം പേര് ഉപയോഗിക്കും. അപ്പൊ അത് അവർ ക്ലീൻ ചെയ്യാനൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ ഈ ബോയ്സ് ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്ന ചില ആൾക്കാർ അവരതിനകത്ത് കയറാനായിട്ട് ഈ സിഗരറ്റും ബീഡി അതിന്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു 2 വർഷം ഹോസ്റ്റലിൽ പഠിച്ചിട്ട് വീട്ടിൽ വരുന്നവൻ, അവൻ പോകുന്ന സമയത്ത് ഈ ഇതൊന്നും ഇല്ലായിരുന്നു, ബീഡിയോ സിഗരറ്റൊന്നും ഇല്ലായിരുന്നു. അവൻ വീട്ടിൽ വന്നിട്ട് നല്ല എന്താ പറയുക ഗ്രാനൈറ്റും ടൈൽസും ഒക്കെ ഇട്ട് അടിപൊളി പെർഫ്യൂമും ഒക്കെ ഉള്ള വീട്ടിൽ കയറുമ്പോഴും ഈ സാധനം ഇല്ലെങ്കിൽ അവന് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അവൻ ചോദിക്കും, ഇതാണ് എൻ്റെ വിശ്വാസം, ഇതിൽ ഞാൻ ആശ്രയിക്കുന്നു, ഇതെന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ഇത് കളഞ്ഞിട്ടൊരു ജീവിതം എനിക്കില്ല, അമ്മ എന്നെ നിർബന്ധിക്കരുത്, അമ്മയ്ക്കത് മനസ്സിലാവില്ല എന്ന് പറയും. പിന്നെ ഈ സാധനം അവൻ്റെ കയ്യിൽ അവസാനം 2 വർഷം പഞ്ഞു വെക്കുന്നവരെ ഈ സാധനം അവിടെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ എടുത്തു വെച്ചൊരു സാധനമാണ് രമ്യ എടുത്തത്. രമ്യ അതെടുത്തു, വേറെ പലതും എടുത്തത്. ഇപ്പോൾ ആഫ്രിക്കയിലെ ഒരു ആൾക്കാർ ഇതേ വീഡിയോ ആയിരിക്കും, പക്ഷെ അതിൻ്റെ വേറൊരു രീതിയിലുള്ള സാധനമായിരിക്കും എടുത്തത്. നോക്കൂ, ഈ ഒരു ശക്തി എന്ന് നിങ്ങൾ പറയുന്നവരും ആക്ച്വലി വേറൊരാൾ പറയുന്നത് എല്ലാം ആക്ച്വലി വ്യത്യാസമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ശരിയാണ്, എന്താണ്? എല്ലാം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ദൈവം പോലെ തന്നെയാണല്ലോ പ്രേതം. അതെ, ചില പ്രേതങ്ങളെ നമ്മൾ കുരിശ് കാണിച്ചു. ദൈവം പോലെ തന്നെയല്ല പ്രേതം. ഡിഫറൻസ്? ദൈവം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പ്രേതം എന്ന് പറയുന്നത്
ദൈവത്തിൽ നമ്മൾ കാണുന്നത് വേറൊരു പോസിറ്റീവ് എനർജി ആണല്ലോ. സർ ഇതിനെല്ലാം ഒന്നായിട്ട് പറയുന്നു. There is no difference. How can it be different? ഉദാഹരണമായിട്ട് ഞാൻ പ്രേതത്തെ ചെറുതായിട്ട് ഒന്ന് താഴ്ത്തി കാണിച്ചതുപോലെ തോന്നുന്നു. പ്രേതങ്ങൾക്ക് യൂണിയൻ ഇല്ലാത്തത് കൊണ്ട് താങ്കൾക്ക് രക്ഷപ്പെടാം. പ്രേതം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ആത്മാവ്. ഓക്കെ, ഇതെല്ലാം ഒന്ന് തന്നെ സാധനം. ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആത്മാവ് അപ്പൊ ശരിയാണല്ലോ. ആത്മാവുണ്ട്, എല്ലാ പേപ്പറും വിശ്വാസത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. എല്ലാ പേപ്പറും കിട്ടാത്ത ഒരു ആത്മാവ് മൊത്തം എഴുതി എന്താണ് പറയുന്നത്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഭാഷയിൽ എന്താ പറയുന്നത്, സപ്ലി എഴുതി നടക്കുന്ന ഒരു ആത്മാവാണ് പ്രേതം. അപ്പൊ അത് കറക്റ്റ് അല്ലേ? അപ്പൊ ആ പ്രേതം വരുന്നു, പ്രേതത്തിന് നമ്മൾ ആഹാരം കൊടുക്കുന്നു, അത് കറക്റ്റ് അല്ലേ? ബലിയിടുന്നു, അത് വന്ന് കഴിക്കുന്നു, കാക്ക വരുന്നു, ഇതെല്ലാം കറക്റ്റ് അല്ലേ? ഇതങ്ങോട്ട് ഇത് തന്നെയല്ലേ ദൈവം? നിങ്ങൾ ഗണപതിക്ക് പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ പഴം കൊടുക്കുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ആക്ച്വലി? ദൈവം എന്ന് പറയുന്നത് അദൃശ്യ ശക്തിയാണ്. പ്രേതം എന്ന് പറയുന്നത് മനുഷ്യര് മരിച്ച് മണ്ണിലോട് അടിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആത്മാവാണ് ഈ പ്രേതമായിട്ട് നമ്മൾ, അവരുടെ ആ ആത്മാവാണ് നമ്മൾ ഇതുപോലെ കിട്ടുന്ന ശാന്തി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ ഇതായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഭക്ഷണം കൊടുക്കുന്നതും ചോറ് കൊടുക്കുന്നതും പൂജ ചെയ്യുന്നതും എല്ലാം അതാ മരിച്ചുപോയ ആത്മാവിനെയാണ് നമ്മൾ അവിടെ. അദൃശ്യ ശക്തിയാണ് ദൈവം. ആത്മാവ് അതും ഒരു അദൃശ്യ ശക്തി തന്നെയാണ്. അപ്പൊ അവിടെ കറക്റ്റ് ആയി. ഓക്കെ സർ, അങ്ങനെ അതിനെ മാച്ച് ചെയ്യണം. തുടക്കി നമുക്ക് അവിടെ പോകാം. ഓക്കെ, അവിടെ തൊട്ട് തുടങ്ങാം. ഇത് രണ്ടും ആക്ച്വലി ഈ നമ്മളുടെ ബ്രെയിനിന്റെ ഓരോരോ ഈ ചൈൽഡ്ഹുഡ് ന്യൂറോസിസ് എന്നാണ് ഐൻസ്റ്റീൻ തന്റെ ഒരു കത്തിൽ ദൈവവിശ്വാസത്തെ കുറിച്ച് പറയാം. ദൈവവിശ്വാസത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതും സവിശേഷത ഉള്ളതാണെന്നാണ് രമ്യല്ല, ശരാശരി വിശ്വാസികളെല്ലാം അങ്ങനെയാണ് ശ്രമിക്കുക. ഇത് ഡിഫറെൻ്റ് ആണ്. മറ്റേത് ദൈവം പോസിറ്റീവ് ആണ്, ദൈവം ഇതാണ്, പക്ഷെ പ്രേതം ശരിയല്ല എന്ന് പറയും. ഞാൻ പറയാൻ വന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ഇവിടെ എന്തെങ്കിലും രണ്ട് നട്ട് പോയി കഴിഞ്ഞാൽ ദൈവവും ഇല്ല, പ്രേതവും ഇല്ല, ഒന്നുമില്ല. ഇത് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതൊരു മെന്റൽ പ്രോഡക്റ്റ് ആണ് സാർ. ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് തന്നെ പറഞ്ഞു, ഈ സ്വർഗവും നരകവും ഒക്കെ മനസ്സിലാണ് എന്ന് പറയാറില്ലേ? മനസ്സിലേ ഉള്ളൂ, ഇതും മനസ്സിലേ ഉള്ളൂ, അതും മനസ്സിലേ ഉള്ളൂ, എല്ലാം മനസ്സിലാണ്. ഞാൻ പറഞ്ഞ ഇതൊരു വേ ഓഫ് ഒരു മാൽവെയർ ആണ് ആക്ച്വലി. നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കാത്തതുകൊണ്ട് അതൊരിക്കലും ഒരു വിശ്വാസിയെ പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയും എന്ന് ചിലപ്പോൾ അപൂർവമായിട്ട് കഴിയാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ ലിറ്റ്നസ് തന്നെ തൗസൻഡ്സ് ഓഫ് ആൾക്കാർ കേരളത്തിൽ രമ്യയുടെ നാട്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ എന്താ അതിൻ്റെ ഒരു നേട്ടം എന്ന് ആദ്യം ഞാൻ പറയാം. ഒന്ന്, യു വിൽ ബി ഫ്രീ. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകളെ നമ്മളെ തന്നെ ആദരിക്കലല്ലേ. ഈ സാധനമൊക്കെ വേറെ ആരാണ്ട് നിങ്ങൾക്ക് പടച്ചു വെച്ചിരിക്കുകയാണ് വന്ന് തിന്നാനായിട്ട്. നിങ്ങൾ എന്താന്ന് കുഴി എണ്ണാതിരുന്ന് കഴിച്ചിരിക്കുകയാണ് ഇതെല്ലാം. നിങ്ങളുടെ നാട്ടിലും വീട്ടിലും നിങ്ങളുടെ മാതാപിതാക്കള് സംതിങ് ലൈക്ക് ഇതൊരു എന്താ പറയുന്ന ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എൻ്റെ അച്ഛൻ്റെ ദൈവം, എൻ്റെ അമ്മയുടെ ദൈവം, എൻ്റെ അച്ഛൻ്റെ ദൈവം എൻ്റെ അമ്മയുടെ ദൈവം, എൻ്റെ മുത്തശ്ശൻ്റെ ദൈവം, മുത്തശ്ശിയുടെ ദൈവം, എൻ്റെ അച്ഛൻ്റെ അന്ധവിശ്വാസങ്ങൾ, എൻ്റെ മുൻ തലമുറയുടെ അന്ധവിശ്വാസങ്ങൾ. ഇത് എന്താണ്? യു നെവർ ചെക്ക്, യു സിംപ്ലി അക്സെപ്റ്റ് ഇറ്റ്, യു നെവർ യൂസ് യുവർ സ്റ്റം. അത് നമ്മളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന ദൈവത്തെ തൊഴുതു നിന്നിരുന്ന ഒരു വ്യക്തി പിന്നീട് എപ്പോഴാണ് ഇതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്, ഇങ്ങനത്തെ ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ സാറിന് തോന്നിയിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞില്ല, അതൊരു പോയിന്റ് അല്ല. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞ ഒരു ഡേ, ഒരു നിമിഷമല്ല, ഒരു തോന്നലായിരുന്നു. there is no time point. ഗ്രാജുവലി അത് സാറിന് തോന്നി തുടങ്ങി. ആളുകൾ ചോദിക്കുന്നത് എന്താണ് ഈ ഒരു തലയെ തേങ്ങ വീണോ? തലയെ തേങ്ങ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചർ ഉണ്ടാവും, ചിന്താപരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടും കൊടുത്തുമാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞില്ല. എക്സാക്ട്ലി ലൈക്ക് നിങ്ങൾ കണക്ക് ഏത് സെക്കൻഡിലാണ് നിങ്ങൾ കണക്ക് പഠിച്ച് എന്ന് പറയാൻ പറ്റില്ല. കണക്ക് ഇങ്ങനെ പഠിച്ച് വരികയാണ്. ഇനിഷ്യേഷൻ ഓരോരോ കാര്യം. ഇപ്പൊ ഈ കണക്ക് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറെ കണക്കുകൾ അറിയാം. ഒന്നെന്ന് ഒരു കൊച്ചുകുട്ടി പറയും അവൻ കണക്കൊന്നും പഠിച്ചിട്ടില്ല, 2 മുട്ടായി വേണമെന്ന് പറയും. അപ്പൊ അവൻ നമ്പറാണ് പറയുന്നത്, കണക്ക് പഠിച്ചോ ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതിന് അപ്പുറം ഇപ്പുറം ഉണ്ട്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ ഇങ്ങനെ പഠിച്ച് അറിഞ്ഞ് പിന്നെ നമ്മളുടെ അറിവുകളെ ആദരിക്കാനായിട്ടുള്ള, നമ്മുടെ ചിന്തകളെ ആദരിക്കാനായിട്ടുള്ള ഒരു മനോഭാവം വേണം.
എനിക്കൊരു തോട്ട് വരുമ്പോൾ ഉടനെ ഇത് ഞാൻ പൊട്ടിയാണ്, ഞാൻ പൊട്ടനാണ്, ഇത് മറ്റുള്ള വലിയ ആള് ഒക്കെ, അദ്ദേഹം സയന്റിസ്റ്റാണ്, അദ്ദേഹം ഇന്നരാണ്, അവരൊക്കെ പറഞ്ഞല്ലേ ഇത്രയും പേര്, അത് കോടിക്കണക്കിന് ആളുകൾ, അവരെല്ലാം തെറ്റാകുമോ? വാൻ ബാഗൻ ഫാലസി എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ന്യായവൈകല്യങ്ങൾക്ക് അടിമപ്പെട്ട് മറ്റുള്ളവർ പറയുന്നത് നമ്മളിൽ വിശ്വാസമില്ല, വസ്തുതകളിൽ പുറകെ പോകുന്നില്ല. ഇതിനാണ് ഈ അന്ധത എന്ന് പറയുന്ന സാധനം. യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ബ്ലൈൻഡ്, നോട്ട് ഫിസിക്കലി, മെന്റലി ബ്ലൈൻഡ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഈ പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളിലും കൃത്രിമ മുട്ടയിൽ വരെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു പത്രലേഖകർക്ക്. ഇവര് തന്നെ നമ്മളിപ്പം മോഡേൺ മെഡിസിനിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കരുതലുകളാണ്, അത് ഇതിങ്ങനെ ആവില്ലേ, അത് എന്താണ് പറയുന്നത്, ക്യാൻസർ ഉണ്ടാക്കില്ലേ, ഇതൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, സംശയം ഉണ്ടാകുന്നത്. ആക്ച്വലി നമ്മുടെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല. ഈ സയൻസിനെ ചോദ്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ആളുകൾ? വിശ്വാസികൾ സയൻസിനെ ചോദ്യം ചെയ്യുന്നത് കണ്ടോ നമ്മൾ അന്തിച്ചു പോകും. നീ എന്താ ഇത് സ്വന്തം കാര്യത്തിൽ നിന്റെ കയ്യിലിരിക്കുന്ന ചക്ര വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഉപയോഗിക്കാത്തത്? ആക്ച്വലി ഈ സയൻസിനെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും പൊട്ടത്തരങ്ങളാണ്. എന്നാൽ സ്വന്തം വിശ്വാസത്തിൽ ഇതേ നിരീക്ഷണ ബുദ്ധി, ഇനി മാത്രമല്ല ഈ അന്യമത വിശ്വാസങ്ങൾ, അന്യവിശ്വാസങ്ങളെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പൊ ഒരു മുസ്ലിമിനോട് പറയാണ് ഗണപതി ഇങ്ങനെ തല ആനയുടെ കണക്ക്, പുള്ളി പാല് കുടിക്കും, തുമ്പിക്കൈ നരാജിക്കും, എന്തുവായി പറയുന്നത്, എന്നാലും നിങ്ങളെ മുറിപ്പെടുത്തണ്ടെന്ന് കരുതി, കാര്യം മുറിപ്പെടാനായിട്ട് ഇരിക്കുകയാണല്ലോ വിശ്വാസി എന്ന് പറയുമ്പോൾ. 1 2 3 വ്രണം, 1 2 3 മുറിവ് ഇരവാദം, ഇതാണല്ലോ വിശ്വാസി. കാര്യം ഇതൊരു വൈകാരികതയാണ്, വൈകാരികമായിട്ടുണ്ടായി വന്ന് എപ്പോഴും ഇങ്ങനെ വ്രണപ്പെട്ടുകൊണ്ടിരിക്കും, കാര്യം ചിന്താപരമായിട്ട് ഉള്ളതല്ല. അപ്പോൾ അയാളുടെ പറയുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതെന്താണ് ഇത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കുഴപ്പമില്ല ഗണപതി, പക്ഷെ അയാൾ ഡിസ്കാർഡ് ചെയ്യണം. നിങ്ങൾക്ക് യു ആർ എത്തിസ്റ്റിക് അബൌട്ട് ഓൾ അതർ റിലീജിയൻ, ഓൾ അതർ ഫെയ്ത്ത്സ്. യു ആർ അങ്ങനെ എല്ലാം അതിനകത്ത് വർക്ക് ചെയ്യില്ല. ഞാനൊരു ക്രിസ്ത്യാനിറ്റിനെയോ അല്ലെങ്കിൽ മുസ്ലിംസിനെയോ അവരുടെ ദൈവത്തിനോ ഒന്നിനും ഞാൻ എതിർക്കുന്നില്ല. അതൊക്കെ അവരുടെ വിശ്വാസമല്ലേ രമ്യ. ദാറ്റ്സ് എ പോയിന്റ്. എതിർക്കുന്നില്ല എന്ന് പറയുന്നത് യു ഡോണ്ട് ലൈക്ക് ഒപ്പോസിഷൻ, യു ഡോണ്ട് ലൈക്ക് കോൺഫ്രണ്ടേഷൻ, യു ഡോണ്ട് വാണ്ട് ടു ടേക്ക് റിസ്ക്. മീൻസ് യു ഡോണ്ട് റെക്കഗ്നൈസ് ഓർ യു ഡോണ്ട് അപ്രൂവ് ഓഫ് അതേഴ്സ് ബിലീവ്സ് ബിക്കോസ് ഇറ്റ്സ് അതർ തിങ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ, ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളി രാവിലെ നമ്മൾ ആദ്യം കാണുകയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ, ചന്തമേറിയ പൂവിലും ശബളാഹമാം ശലഭത്തിലും എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പ്രഭാത ഗീതം മോർണിംഗിൽ പാടുന്ന അല്ലേ, ആ പാട്ടിൻ്റെ അർത്ഥം പൂവിലും ശലഭത്തിലും എല്ലാ ഓരോ അണുവിലും തുടിച്ചു നിൽക്കുന്ന ആത്മ ചൈതന്യമേ എന്നെ അനുഗ്രഹിക്കൂ എന്നുള്ളതാണല്ലോ അതിൻ്റെ സംശയമില്ലല്ലോ. പക്ഷെ ഇതൊരിക്കലും ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ പാടാൻ പറ്റില്ല. എന്താ പ്രശ്നം എന്നറിയോ? ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് ഷിർക്കാണ്. അന്യമത ആരാധന, ബിംബങ്ങൾ, മറ്റേത് മറിച്ചത് സാധനം. സെമറ്റിക് മതങ്ങളിൽ അവർക്ക് സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ്. ഹിന്ദു മതത്തിന്റെ കോർ ഐഡിയോളജി ആയിട്ടുള്ള അദ്വൈതം അനുസരിച്ച് രണ്ടല്ല, ഒന്നാണ്. അദ്വൈതമാണ്, നോട്ട് ടു, 1 ആണ്. അപ്പോൾ നിങ്ങളിൽ തന്നെയാണ് ദൈവം, തത്വമസി, നീ അതാകുന്നു എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ അത് വെച്ചാണ് ഇത് പാടുന്നത്. മറ്റവന് അർത്ഥം അറിയാത്തതുകൊണ്ട് അവൻ കൂടെ ഒന്ന് പാടുന്നു. ഇത് അർത്ഥം എന്നറിയുന്നു അന്ന് അടിയായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന ദൈവവും അവർ പറയുന്ന ദൈവവും ഒന്നല്ല. നിങ്ങൾ പള്ളിയിൽ പോയെന്ന് പറഞ്ഞാൽ ചുമ്മാതെ പോകുന്നു, ആരെയോ പ്ലീസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസമില്ലാതെ അവിടെയും പോകുന്നു. യു തിങ്ക് ദാറ്റ് അല്ല. പണ്ട് ശ്രീശാന്ത് ബൗൾ ചെയ്യാൻ പോകുന്നു, ആദ്യം റണ്ണപ്പ് തുടങ്ങുമ്പോൾ അവൻ എന്തോ ഒരു പള്ളി ഇത് വരയ്ക്കും, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊന്ന് ചെയ്യും, എറിയാൻ നേരം വേറൊരു ദൈവം, പന്ത്, ഗാലറി, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ വാട്ട് യു മീൻ ബൈ ദിസ്? വിശ്വാസികളെ എന്താ പറയാ, എന്തൊക്കെ പറഞ്ഞാലും സാറിന് മാറ്റാൻ പറ്റില്ല, ഞങ്ങൾ അതിൽ സെറ്റായി പോയി എന്ന് പറയുന്ന പോലെ തന്നെയാണ് തിരിച്ചും. ഇല്ല ഒരിക്കലല്ല. ഓപ്പൺ എൻഡഡ് പ്രോഗ്രാം. ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ആണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ദൈവത്തെ അംഗീകരിക്കുന്നത് ഞാനായിരിക്കും. എന്താണ് ഈ ദൈവമോ പ്രേതം തന്നെ ഫോർ എക്സാമ്പിൾ. അതാ ഞാൻ പറഞ്ഞത്, അത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് വിശ്വസിച്ചാൽ മാത്രം then you can feel it.
അത് വിശ്വാസികളായ ഇപ്പൊ എനിക്ക് ധൈര്യത്തോടെ 100% പറയാൻ പറ്റും, ബീങ് എ ബിലീവർ നമുക്ക് വിശ്വസിച്ചാലേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വിശ്വസിക്കാത്തിടത്തോളം കാലം നമുക്ക് ആ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂല. അത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ ദെൻ നമ്മൾ പറയും യെസ്, ദൈവമുണ്ട്. ദൈവം എന്ന് പറയണത് അത് കൃഷ്ണന്റെ രൂപത്തിലോ ശിവന്റെ രൂപത്തിലോ യേശുവിന്റെ രൂപത്തിലോ മാതാവിന്റെ രൂപത്തിലോ അള്ള രൂപത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു പവർ, അത് ഹിന്ദുവായിട്ട് ജനിച്ചവര് ആ രീതി ഫോളോ ചെയ്യുന്നു, ക്രിസ്ത്യൻസ് അങ്ങനെ ഫോളോ ചെയ്യുന്നു, ഓരോ മതക്കാരും അങ്ങനെ ഫോളോ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ പറയുന്ന സുപ്രീം പവർ, ആ ഒരു ശക്തി, നമ്മളെ നിയന്ത്രിക്കുന്ന എന്തോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുള്ളതിനെ അനുഭവിച്ചാൽ അത് വിശ്വസിക്കെ അത് അനുഭവിക്കാൻ പറ്റൂ. അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യെസ്, ഇറ്റ് ഈസ് ട്രൂ എന്നുള്ളത്. Again I say the same thing. അനുഭവം, you can believe anything into existence. വിശ്വസിച്ച് എന്തിനേയും നിലവിൽ കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കുന്നവരുണ്ട്. വിശ്വസിക്കുന്നിടത്തോളം കാലം you will feel that he is very close and dear and intimate and dash to me. Because you believe. അത് ഒരു ട്രൂത്ത് ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല നിങ്ങൾ. നടത്താൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. കാര്യം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയാലോ എന്ന്. അപ്പൊ എന്താ എൻ്റെ അർത്ഥം? സവിശേഷമായൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കും. അതിന് യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല. നമ്മൾ ആ പാരലൽ വേൾഡിൽ ജീവിക്കുന്നു. അതിനെ അലോസരപ്പെടുത്തുന്ന എന്ത് ചിന്തകളും നമ്മൾ എതിർക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയില്ല, വിശ്വാസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബട്ടർ ഹെഡാണ്. വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ ബട്ടർ ഊരും. അപ്പോൾ ഇപ്പോൾ രമ്യ ഇപ്പം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇപ്പം നമ്മൾ തമ്മിൽ ഒരു പക്ഷേ ആദ്യമല്ല, നമ്മൾ തമ്മിൽ കാണുന്നത് വസ്തുതാപരമായി ആദ്യമായിട്ടാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറയുന്നു. യു തിങ്ക് എന്തൊക്കെയാണ് അയാൾ ഇതിൽ പറയുന്നത്? സി, നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് സ്ട്രീംസ് ഓഫ് തോട്ട്സിനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഐ തിങ്ക് ഞാനൊന്ന് ഗസ് ചെയ്യാണ്, യു ഹാഡ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദാറ്റ് റിഗാർഡ്. In this matter, because most of the things you raise is ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഓൾഡ് ഫാഷൻ സാധനമാണ്, അനുഭവമാണ്. ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളത് ഇന്നത് കൊണ്ടാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയണം, ഒരു കുപ്പി വെള്ളം കുടിച്ചു, ദാഹം മാറി, ദൈവത്തിന് നന്ദി. വെള്ളത്തിലിറങ്ങി നന്നായിട്ട് നനഞ്ഞു, ദൈവത്തിന് നന്ദി, നീയാണ് നനച്ചത്. ഇതൊക്കെ പറയാറുണ്ടോ നമ്മള്? ഇതൊക്കെ പറയണം. കാരണം വെച്ചാൽ നിങ്ങൾ ബാക്കി പറയുന്ന എല്ലാം ഇതേപോലെയാണ്. നിങ്ങൾ ആഹാരം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ ദാഹം ശമിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. കാരണം ദൈവമാണ് അത് സാധിച്ചത്. ഇപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ അനുഭവമാണ്, എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു എലമെൻറ്റ് മാറ്റുക, യുവർ പ്രിപ്പറേഷൻ. ബാക്കിയെല്ലാം നടത്തിയോ, തേങ്ങ അടിക്കുന്നു, മറ്റേത് ചെയ്യുന്നു, അത് അടിക്കുന്നു, കൊതുവിനെ അടിച്ചു കൊല്ലുന്നു, എല്ലാം ചെയ്തോളൂ, മുഴുവൻ സാധനം ചെയ്തു. ഞാൻ ഒറ്റ ഐറ്റം മാറ്റുന്നു, യു ഹാവ് നോ ടെസ്റ്റ് വിത്ത് യു, നോ എഡ്യൂക്കേഷൻ, നോ പ്രിപ്പറേഷൻ. അത് നടക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഐ ഹാവ് നത്തിങ് ഓഫ് ദിസ്. എനിക്ക് ഇതില്ല, അതില്ല, മറ്റേതില്ല, മറിച്ചതില്ല, ഒന്നുമില്ല. ബട്ട് ഐ ഹാവ് ദാറ്റ്. മോസ്റ്റ് ലൈക്ലി ഐ വിൽ പാസ് ആൻഡ് യു വിൽ ബി. ഇങ്ങനെയാണല്ലോ നമ്മൾ അനുഭവം നിങ്ങൾ പറയുമ്പോൾ ഈ അനുഭവം ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഇൻപുട്സ് നോക്കൂ. നിങ്ങൾ ഈ കാണിക്കുന്ന എക്സ്ട്രാ തിങ്, അതായത് ആനയെ വരച്ചു വെക്കാൻ പറയുമ്പോൾ ആനയെ വരച്ചു വെക്കുന്നു, 10ൽ 10 കിട്ടുന്നു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആനയെ വരച്ചിട്ട് അതിന് 10ൽ 10 കിട്ടാനായിട്ട് ഇപ്പുറത്തൊരു കൂനയും കൂടെ വരയ്ക്കുന്നു, നിങ്ങൾക്കും 10ൽ 10 കിട്ടുന്നു. നിങ്ങൾ പറയുന്നു ഞാൻ ആ കൂന വരച്ചില്ലായിരുന്നെങ്കിൽ 9 ആയി പോയേനെ എന്ന് നിങ്ങൾ പറയുന്നു. ഇതാണ് നിങ്ങളുടെ വിശ്വാസം. പക്ഷെ എനിക്ക് 10ൽ 10 കിട്ടി. ഈ എക്സ്ട്രാ കൂനയാണ് വിശ്വാസം. നിങ്ങളിത് പൊക്കിക്കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ പണം, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ചിന്താപരമായിട്ട് ക്ലോസ്ഡ് ആയിട്ട് മാറുക. ഇപ്പൊ ജ്യോതിഷത്തെക്കുറിച്ച് പറയുന്നത് ബേസിക്കലി അതങ്ങനൊന്നും അല്ല, ഇത്രയും വലിയ ആളുകൾ, അവരിവര് മറ്റവര്, എൻ്റെ അനുഭവം, ഇതെല്ലാം ഫോൾസാണ്. ഒന്നല്ല ഫോൾസ്, all are equally false. You cannot believe, because most of the times we end up hating the person who is telling all these things. You are not, because you are a good individual, you don't do that. Otherwise people will say, you won't like it. But actually ഒരു നിരീശ്വരവാദി പോലും ഈ ലോകത്തുണ്ടാകില്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ. ഹി വിൽ ബി, ഒരാൾ പോലും ഉണ്ടാവില്ല. എനിക്കും താങ്കൾക്ക് ഒരേപോലെ ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ
there is something wrong with that. Not with me, with you. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളത് പ്രൂവ് ചെയ്യുന്നത് അല്ലേ? Yes. Yeah. നിങ്ങൾ എക്സ്ട്രാ കൂന വരയ്ക്കുന്നു. ആ കൂന വരയ്ക്കാൻ ആരും പറഞ്ഞില്ല, നിങ്ങൾ കൂന വരയ്ക്കുന്നു. നിങ്ങൾ അത് വരച്ച് ഞാൻ ഫുൾ മാർക്ക് വാങ്ങുമ്പോൾ വിത്തൗട്ട് ദാറ്റ് നിങ്ങൾ അതില്ലാണ്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി. സി, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല, മനസ്സിലായി എനിക്ക്. റിസൾട്ട് ഒരു കുട്ടി ഉണ്ടാവുന്ന ആളുകളെ കുറിച്ച്, ഒരു കുട്ടി ഉണ്ടാവാനായിട്ട് പ്രാർത്ഥനകള്, മറ്റേത് മറിച്ചത്, തൊട്ടിൽ കെട്ടല്, അത് ഇത് ഓരോരുത്തരും ഓരോ. ആഫ്രിക്കയിൽ വേറെ ആയിരിക്കും ചെയ്യുന്നത്, അന്നേരം കുട്ടി ഉണ്ടാവും. ഇവിടെ വേറെ ആയിരിക്കും ചെയ്യുന്നത്, ഇവിടെയും കുട്ടി ഉണ്ടാവും. എല്ലായിടത്തും കുട്ടി ഉണ്ടാവില്ലാണ് അത്. ഒരു എത്തിസ്റ്റ് അതങ്ങനെ നോക്കുന്നില്ല, പല രീതിയിൽ ചെയ്യുന്നു. ബട്ട് ഇവിടെ അതിന് വേണ്ടുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിനകത്ത് ഇൻപുട്സ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ആ ഇൻപുട്സ് ആണ് അതിന്റെ കാരണങ്ങൾ. യു ഗെറ്റ് മൈ പോയിന്റ്? ദാറ്റ് ഈസ് ദ പോയിന്റ്. അല്ല, ബാക്കി നമ്മൾ ഇതിന് പുറമേ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തൊട്ടിൽ കെട്ടാതിരിക്കാം, നിങ്ങൾക്ക് വഴിപാട് കൊടുക്കാതിരിക്കാം, നിങ്ങൾക്ക് രാമായണം വായിക്കാതിരിക്കാം. ഇതല്ല അത്. പക്ഷെ നിങ്ങൾ കരുതുന്നത് ഇതും കൂടെ ഉണ്ടെങ്കിലേ സപ്ലിമെന്ററി ഫുഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ സാധനങ്ങൾ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഇറ്റ്സ് എ പോപ്പുലർ നോൺസെൻസ്. സോ യു കണ്ടിന്യൂ ആൻഡ് യു ആർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ബിക്കോസ് ആളുകൾ, നിങ്ങൾ ആദ്യം പറയുന്നുണ്ട് കാർഡ്, വിക്ടിം കാർഡ്, അതുപോലെ തന്നെ ഇമോഷണൽ ഹർട്ടാവും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്റർവ്യൂ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞത് സാർ. അല്ല, ഇതിപ്പോ നമ്മുടെ ഒരു ഡിബേറ്റിലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പോസ് ചെയ്ത് അങ്ങനെ പോയത്. ഇതിപ്പോ ഇന്റർവ്യൂ പാറ്റേൺ ആയത് അല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. കാരണം നമ്മൾ ആക്ച്വലി ട്രൈങ് ടു നോ ഈച്ച് അതർ. അപ്പം ഒരിക്കലും ഒരു ശത്രുതയോ അല്ലെങ്കിൽ അനിഷ്ടം ഉണ്ടാവില്ല. അത് വെക്കേണ്ട കാര്യമില്ല. സാറിന്റെ ശരി പറയുന്നു, സാറിന്റെ തോന്നലുകൾ പറയുന്നു, ഞാൻ നമ്മുടെ സൈഡ് പറയുന്നു. നമ്മൾ രണ്ടുപേരും അത് സംസാരിക്കുകയാണല്ലോ ഇവിടെ. എനിക്ക് ഐ ഹാവ് an experience of what you are now. Because I was also a believer, I was also a religious person. I used to go to temple and Vadana വിളിച്ചു നിന്ന് ബാലിയെ തിളച്ചേമ്പ ഞാൻ മക്കി കൂടെ ചൊല്ലുമായിരുന്നു. I used to pray before exams and all those kind of things. I have your experience, and in fact I have your knowledge. Then what happened was, you don't have my knowledge and my experience. In this case, no, you are maybe more knowledgeable than me in some other areas. Sir, പറഞ്ഞു മനസ്സിലായി. Because so we share a compartment. മനസ്സിലായി. I was there, you are there. Yeah. Now the compartment I am in, ഇത് പോസ്റ്റ് സർജറി റൂമിലാണ് ഞാനുള്ളത്. സർജറി കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഈസ് ബ്രെയിൻ സർജറി. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഇപ്പോൾ വരുന്നുണ്ട്, ലിറ്റ്മസിന്റെ. ഒക്ടോബർ 19 ലിറ്റ്മസ്, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ തെരുവിൽ, പബ്ലിക് സ്പേസിൽ, അവിടെ മറൈൻ ഡ്രൈവിൽ ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി ഉപയോഗിക്കാതെ, രക്തം കിനിയാതെ നിങ്ങളുടെ ബ്രെയിൻ സർജറിക്ക് വിധേയമാണ്. ചിന്താപരമായ മാറ്റം. നോ അഹിംസ, നോ കത്തി, നോ ബ്ലഡ്. എസൻസ് ഗ്ലോബൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സർജറിയാണ്. നോ സ്കേപ്പർ, നോ ബ്ലഡ്, യു ആർ ഗെറ്റിംഗ് ചേഞ്ച്ഡ്. ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ മതം അല്ലെ വിശ്വാസം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കാര്യം, നമ്മുടെ ആ ഒരു അന്ധത, മറ്റുള്ളവർ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറയുന്നു, മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ അതല്ലാത്ത ഒരാൾ അപ്പോഴേ അവിടെ വരികയാണ് അല്ലേ? അത് ഈ നമ്മളെ ഒരു കുടിച്ച അവസ്ഥയിലേക്ക് മാറ്റും. അതിപ്പോൾ ഒരു പാർട്ടി ആയിരിക്കും, ഒരു പാർട്ടി വീര്യമായിരിക്കും. ഒരു പാർട്ടിക്കാരങ്ങളിൽ മറ്റേ പാർട്ടിക്കാരനെ സൈബർ ലോകത്തൊക്കെ എഴുതി വെക്കുന്നത്. എങ്ങനെയാണ് അത്രയും വിദ്വേഷം വരുന്നത്, ഇത്രയും വെറുപ്പ് വരുന്നത്, ഇത്രയും കാലുഷ്യം നമ്മളിൽ വരുന്നത്? നമ്മൾ രണ്ടാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അല്ലേ നമ്മൾ നാരോ ഡൗൺ ചെയ്യുന്നത്. ഇത് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുമ്പോൾ യു ആർ ആക്ച്വലി, നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുക. നമ്മുടെ ഡിഷ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിങ്ങനെ കറക്റ്റ് കൊണ്ടുവെക്കുക. ആ പ്ലേസിങ് ആണ്. ദിസ് ഇസ് എ സർജറി. അപ്പോൾ ആ ബ്രെയിൻ സർജറി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളമെമ്പാട്. അതൊരു സ്ട്രീറ്റിൽ എത്തീസം പറയാൻ അത്ര എളുപ്പമല്ല. ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്, എസ്പെഷ്യലി നോട്ട് ഓൾ ബിലീവേഴ്സ് ആർ ലൈക്ക് യു. ഞങ്ങളെപ്പോലത്തെ ഇങ്ങനത്തെ ഒരു വാസ്റ്റ് ആൾക്കാരെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത് നിങ്ങളും അത് ഇതാക്കി, അതിനുള്ളൊരു മീറ്റ് ആണല്ലോ വരാൻ പോണത് 19th. I invite you to Litmus 25. അതെ, ഞങ്ങളുടെ ബ്രെയിനിനെ
വിത്തൗട്ട് എനി ഇതില് നിങ്ങളത് ബ്രെയിൻ വാഷ് ചെയ്യാൻ അല്ല, ഞാൻ ഈ സാധാരണ നിങ്ങൾ എല്ലാ വിഷയങ്ങളും ജ്യോതിഷിയെ കാണാനോ അല്ലൊക്കെ പോകുമ്പോഴും വാസ്തുക്കാരനെ സമാധാനത്തിനല്ലേ പോകുന്നത്, അല്ലേ? ഒരു സ്വസ്ഥത, സമാധാനം. അന്നേരം ആദ്യം ജ്യോതിഷി പറയും ഭർത്താവിന്റെ കുടി തൊട്ട് മക്കളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പറയും, മാർക്ക് കുറവ്, ഇതെല്ലാം പറയുമ്പോൾ അയ്യോ ഇതെങ്ങനെ സാറിന് മനസ്സിലായി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ അത്ഭുതം കൂറിയിരിക്കും. കാരണം ആക്ച്വലി അയാൾ ചുമ്മാ ഇട്ട് പറയുകയാണ്, കുറെ എണ്ണം ഹിറ്റ് ചെയ്യുന്നു, കുറെ എണ്ണം മിസ് ചെയ്യുന്നൊക്കെ നിങ്ങൾ മറക്കും, ഹിറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ ഇതാണ് ഇതിന്റെ ഒരു മൊത്തം ഒരു സംഭവം. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി മോർ കോൺഫിഡൻറ്റ്. യുവർ ടൈം ഇറ്റ്സ് വെരി പ്രഷ്യസ്. ഓൾ വി ഹാവ് ഈസ് ടൈം. അതിങ്ങനെ എരിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോൾ ഇവിടെ ഇത്രയും സമയം എരിച്ചു കളഞ്ഞു, ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ, എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ആ ടൈം നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. 2, എനർജി. ഇപ്പോൾ ഒരു തീർത്ഥയാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സോംബി മോഡിലായിരിക്കും വീട്ടിൽ വന്ന് കയറുക. അതിനിടയിൽ സംഭവിക്കാനായിട്ടുള്ള എന്താണ് പറയുന്നത്, ജീപ്പ് വെഞ്ചരിക്കാനായിട്ട് പുറത്തെടുത്തു, പുഴയിൽ വീണു മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അല്ലെ ഗുരുവായൂരിൽ പോയി കാർ അപകടത്തിൽ മരിച്ചു. ഇത് ഗുരുവായൂർ പോയതുകൊണ്ടല്ല കാർ അപകടത്തിൽ മരിക്കുന്നത്. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? റാഷ് ഡ്രൈവിംഗ്, എതിരെ വന്നവൻ, റോഡ് കണ്ടീഷൻ. ഇതാണ് ബഹുവിധ കാരണം, ഒറ്റ കാരണമില്ല. അപ്പം ഇത് ഗുരുവായൂർ പോയതുകൊണ്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ, ഇപ്പൊ ഗുരുവായൂരിൽ ഇങ്ങനെയൊക്കെ കൊല്ലിക്കാനുള്ള ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വരും. അങ്ങനെയല്ലേ വരും. ഇതാണ് നമ്മൾ ഫ്രീ, യു ആർ ഫ്രീ. ഒരിക്കലും നമ്മളൊരു അമ്പലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനം ചെയ്യുന്നത് അവിശ്വാസം കൊണ്ടാണെന്നല്ല പറയുന്നത്. വിശ്വാസം കൊണ്ടോ അവിശ്വാസം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അതർ റീസൺസ്. ടൈം, എനർജി, മണി. ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാനായിട്ട് എത്ര രൂപ വേണം? ഒരു മാസം അമ്പലത്തിൽ പിരിവ് കൊടുക്കണം, മറ്റേ അത് ചെയ്യണം, രാവിലെ ഇത് ചെയ്യണം, പൂവ്, മറ്റേ മാല, എന്തെല്ലാം സംഭവങ്ങൾ. നിങ്ങൾ അത് വെച്ച് സുഖമായിട്ട് നല്ല ഫലൂഡ വാങ്ങിക്കാം, പുസ്തകം വാങ്ങിക്കാം, സിനിമ കാണാം, ജീവിതം ആസ്വദിക്കാം. ഇത്ര കെട്ടുപാടില്ല, പാപം ചെയ്യുന്നു എന്നുള്ള ഒരു ബോധമില്ല, തെറ്റ് ചെയ്യുന്നു, ഇനി ശനിദശയാണ്, ഇതെങ്ങനെ മാറ്റും. നമുക്കൊരു എല്ലാ ദശയും ഒരേപോലെയാണ്. സോ വാട്ട് എ വണ്ടർഫുൾ വേൾഡ് ഇറ്റ് ഈസ്. എല്ലാം തെളിവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ ആഫ്രിക്കയിലെ ആളുകൾ ജീവിക്കുന്നു. നിങ്ങളുടെ ഒരു കിടുപിടി അവരിലില്ല. ദേ ആർ ഹാപ്പി. ഹൗ കാൻ ഇറ്റ് ബി? ഇനി മാത്രമല്ല, ഈ ദൈവങ്ങളെല്ലാം ആധുനികമാണ്. 1000-2000 വർഷമായിട്ടുള്ളൂ, അല്ലെ മാക്സിമം അല്ലെ പോട്ടെ 50,000 വർഷം നിങ്ങൾ എടുത്തു. അതിന് മുമ്പേ മനുഷ്യർ അടിപൊളിയായിട്ട് ഇവിടെ ജീവിച്ചു. അവർ തേര് വലിച്ചിട്ടില്ല, അവർ തല കൊണ്ട് തറ ഇടിച്ചിട്ടില്ല, അവർ മതത്തിന്റെ പേരിൽ അന്യ കഴുത്തിൽ കത്തി വെച്ചിട്ടില്ല. നെവർ ഹാപ്പി, നെവർ ലീഡിങ്. അവരിൽ നിന്നല്ലേ വന്നേ ഇങ്ങോട്ട്. A life without God is possible, and it is wonderful. And it's wonderful, na? Yes, especially because I am happier, more confident without all these things. Yeah, maybe, yeah. ഈ കേരളം എന്ന് പറയുന്നത് അടിമത്ത നിയമം മൂലം നിരോധിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ചുറ്റും അടിമകളെയാണ് കാണുന്നത്. പാർട്ടി അടിമകൾ, മത അടിമകൾ, ജാതി അടിമകൾ, പലതരം. എസൻസ് പറയുന്നത് അടിമത്തത്തിൽ നിന്ന് പുറത്തു വരും. It's not easy. Most of the slavery that you are undergoing now is they are self-imposed. മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന സ്ലേവറി ആണെങ്കിൽ, ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ മേൽ സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ അവരെ ഇവിടുന്ന് അടിച്ചു വിട്ടാൽ മതി. പക്ഷെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സ്ലേവറി എങ്ങനെ പരിഹരിക്കും? ഇതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നതെല്ലാം തെറ്റാണ്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. യു ആർ ബെറ്റർ വിത്തൗട്ട് ഓൾ ദീസ് തിങ്സ്. ഡെഫിനറ്റ്ലി യു ഓൺലി നീഡ് ടു ഹാവ് ദാറ്റ് ഹിമ്മത്ത്, കോൺഫിഡൻസ്. ഡു യു തിങ്ക് ദാറ്റ് നമ്മളൊരു മെയ്ഡപ്പ് തിങ് ഒന്നുമല്ല, നമ്മൾ ഒറിജിനലും ഉള്ളതാണ്. നമ്മുടെ കഴിവുകളും ശേഷികളും എല്ലാം അല്ലാതെ തന്നെ സംഭവിക്കുന്നത്. നമ്മൾ തൊട്ടിൽ കെട്ടിയല്ല കുട്ടികളെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ തൊട്ടിലൊക്കെ വരുന്നതിന്. പണ്ട് ഈ തൊട്ടിലൊന്നും ഇല്ല, മനുഷ്യർ ഇത് തന്നെ ചെയ്ത് അങ്ങനെയാണ് നമ്മളിവിടം വരെ എത്തിയത്. നമുക്കിപ്പോൾ ഒരു തൊട്ടിൽ കെട്ടേണ്ടി വരുന്ന കുട്ടി ഉണ്ടാകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പലയിടത്തും കെട്ടുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. 2 ടാ വന്നുകൊണ്ട് ഞാൻ തൊട്ടിലും കുട്ടിയൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ. വെൽ, ഇനി വേറെ കാര്യം, ഇഫ് യു ആർ നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് എ തിങ്, യു ക്യാൻ നെവർ ഡു ഇറ്റ് ബൈ ഡൂയിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ലൈക്ക് ഒരു പല്ലി അതിന്റെ വാലിൽ പിടിക്കാൻ തന്നെ മുറിച്ചിട്ടിട്ട് പോകും. പല്ലി നിസ്സാര ജീവിയാണല്ലോ. എന്നിട്ട് ആ വാല് വളർന്നോളും. മനുഷ്യൻ, നിങ്ങൾ ക്രിയേഷന്റെ ഒക്കെ മകുടം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്റെ ഇതേ കണക്ക് ഏതെങ്കിലും ഒരു അവയം കാല് മുറിഞ്ഞു എന്നിരിക്കട്ടെ, ഈ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ഓൾ റിലീജിയൻ രാവിലെ തൊട്ട് 6 മണി തൊട്ട്
ഒരാഴ്ച നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ് ഈ കാല് വളരില്ല. പക്ഷെ ഈ പല്ലിക്ക് ഇതിന്റെ ആവശ്യമേ ഇല്ല. പല്ലി പ്രാർത്ഥിക്കുന്നില്ല, അറിയുന്നില്ല, വാല് വളരുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പല്ലിയിൽ ആ പ്രോഗ്രാം ഉണ്ട്, ജനറ്റിക്കലായിട്ട് ആ പ്രോഗ്രാം അവിടെ ഉണ്ട്. നമ്മുടെ കരളിലുണ്ട്. കരളിന്റെ ഒരു ഭാഗം മുറിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണ വളരും. പക്ഷെ നമ്മുടെ എല്ലാ സെൽസിനും അതില്ല. പ്ലൂറിപൊട്ടന്റ് ആയിട്ടുള്ള സെൽസിന് എല്ലാ കഴിവുകളും ഉണ്ട്. ഈ യൂണിപൊട്ടന്റ് ആയിട്ട് മാറുകയാണ് സെല്ലുകൾ. ആ ഒരു കാലിന് വളരാൻ പറ്റില്ല, പക്ഷെ കരളിന് വളരാൻ പറ്റും. പക്ഷെ പല്ലിയുടെ വാല് വളരും. ഈ ഓൾ ദ പ്രാർത്ഥന, ഓൾ ദ കർമ്മ, പൂജ, ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്താലും മനുഷ്യന്റെ കാല് വളരില്ല. ഇതാണ് വ്യത്യാസം. സഹജമായും സാധ്യമായും നടക്കുന്ന കാര്യങ്ങൾ നടക്കും. യു കനോട്ട് ഫ്ലൈ ബൈ ട്രെയിൻ. ഒരിക്കലും നടക്കില്ല. ഈ ലോകത്ത് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കൊട്ടിപ്പാടി പ്രാർത്ഥിച്ചാലും പറക്കാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാതെ ഒരു പ്ലെയിനകത്ത് കയറി പക്ക എത്തിസ്റ്റുകൾക്ക് ഹായ് ഹായ് എന്ന് പറഞ്ഞ് പറക്കാൻ കഴിയും. സഹജവും സാധ്യവുമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് നിങ്ങൾ ഈ പറയുന്നതോ ഇല്ലാത്ത കാരണങ്ങൾ തേടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സാർ ഇപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഏത്തിസത്തെ കുറിച്ച് ഇത്രയും സംസാരിച്ചു. സാറിന്റെ അച്ഛനോ അമ്മ, കുടുംബം, വീട്ടില് ബാക്കി ആരെയും നോക്കട്ടെ, അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടികള്, ഇവരൊക്കെയും സാറിനെ പോലെ തന്നെ ചിന്തിക്കുന്നവരാണോ അതോ അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? ഒന്ന് ഞാൻ പറയാം, ഇതൊരു ചോദ്യമാണ്. ഇവരെല്ലാവരും വിശ്വാസികളാണെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാകുന്നില്ല. ഇവരെല്ലാം അവിശ്വാസികളാണെങ്കിലും ഞാൻ പറയുന്നത് ശരിയാകുന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ ശരിയാകണം. ഓക്കെ, ഇനി എൻ്റെ കുടുംബത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാണ്. എനിക്ക് ഇപ്പം അച്ഛനും അമ്മയും ഇല്ല, ഞാനൊരു അനാഥനാണ്. അവർ മരിച്ചുപോയി, എത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫിഗറേറ്റീവ് ആയിട്ട് പറഞ്ഞു. എനിക്ക് ഭാര്യയും 3 കുട്ടികളാണുള്ളത്. അവരാരും വിശ്വാസികളല്ല. അല്ല. പിന്നെ എനിക്കുള്ളത് ജ്യേഷ്ഠനാണ്. പുള്ളി വിശ്വാസി ആയിരുന്നു, എക്സ് വിശ്വാസിയായി. പുള്ളി സാറിനെ പോലെ മോസ്റ്റ് ഓഫ് ദി എത്തീസ്റ്റ് ആർ എക്സ് ബിലീവേഴ്സ്. കാരണം ജനിക്കുമ്പോ എല്ലാരും അങ്ങനെ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ 2 എത്തീസ്റ്റുകൾ. എന്റെ മക്കള് ഒരിക്കലും എക്സ് ബിലീവേഴ്സ് പറയാൻ പറ്റില്ല. ബിക്കോസ് സാർ അതിൽ സ്ട്രോങ് ആയിട്ട് നിന്നില്ല. അയ്യോ, ഞാൻ സ്ട്രോങ് അങ്ങനെ വരുന്ന സാധനമല്ല ഇത്. നിങ്ങൾ ഇമ്പോസ് ചെയ്യുന്ന സാധനത്തിന് വിശ്വാസം എന്നാ പറയുന്നത്. ഒരിക്കലും അവിശ്വാസം ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ എത്ര മാനിപ്പുലേറ്റ് ചെയ്ത് മോൾഡ് ചെയ്ത് ഇപ്പം രമ്യ വിട്ടാലും രമ്യക്ക് ഒരു അവിശ്വാസിയാവാൻ കഴിയില്ല അൺലെസ് യു തിങ്ക്. ഇതൊരു ഓർഗാനിക് സാധനമാണ്. നിങ്ങൾക്ക് ആളുകളെ ഒരു വിശ്വാസിയാക്കാനായിട്ട് കെട്ടിപ്പിടിച്ചിടുന്നതാണ്. തള്ളി അങ്ങോട്ട് ഇട്ടാൽ മതി. നമ്മുടെ മസ്തിഷ്കത്തിന് തന്നെ അതിന്റെ ബയസ് ഉണ്ട്. ഞാൻ നല്ല കഥകളും അനുഭവങ്ങളും കുറെ അച്ചട്ടും ഒക്കെ പറയാന്നുണ്ടെങ്കിൽ യു വിൽ ബി ഫ്ലാറ്റ്. പക്ഷെ ഇതിനകത്ത് പുറത്തു വരുന്നത് കിണറ്റിന്ന് കയറി വരുന്നതാണ്. ഓരോ പടിയിലും താഴോട്ട് വഴുകി പോവാം. യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സെൽഫ്. ഇറ്റ്സ് നോട്ട് ഈസി. യു ക്യാൻ നെവർ ഇമ്പോസ് എത്തിസം, ബട്ട് യു ക്യാൻ ഇമ്പോസ് ബിലീഫ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവരെ വളരെ തള്ളി അങ്ങോട്ട് ഇട്ടാൽ മതി. യു ആർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ടു യുവർ കൈൻഡ് ഓഫ് ബിലീഫ്. ദാറ്റ്സ് വൈ യു ആർ. അതെ, സപ്പോസ് വേറെ എന്താണ് നിങ്ങൾ തട്ടോ കേട്ട് ഇങ്ങനെ ഇത് അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇസ്രായേലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു ഇതൊക്കെ ഇട്ട് അതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് നമ്മൾ ജനിക്കുന്ന ആ സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെയായി മാറുകയാണല്ലോ. നമ്മൾ എങ്ങനെ വളരുന്നു, അപ്ബ്രിംഗിങ്, അതിലാണല്ലോ. അതിനകത്ത് തന്നെ ഒരു ഗുഡൻസ് ഇല്ലേ? നിങ്ങൾ എവിടെ ജനിക്കുന്നു, എവിടെ ഇരിക്കുന്നു, അതനുസരിച്ചാണ് നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ ഒരു പ്രശ്നം. ഇവരെല്ലാവരും എവിടെ ജനിച്ചാലും ഏത് തട്ട് വിട്ടാലും ഏത് രീതിയിൽ വേഷമിട്ടാലും ഇവരെല്ലാരും വിശ്വാസികൾ, എല്ലാരും വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്. എല്ലാവരും അന്ധവിശ്വാസികളാണ്. പക്ഷേ ദൈവംസ് ആർ ഡിഫറെന്റ്. ദൈവം സാർ ഞാൻ പറയട്ടെ, പാല്, ചില ആൾക്കാർക്ക് പാലായിട്ട് കുടിക്കാനാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് അതിൽ ചായപ്പൊടി ഇട്ടിട്ട് ചായയായിട്ട് കുടിക്കാനാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് അതിൽ കോഫി പൗഡർ ഇട്ട് പല പല ഫ്ലേവേഴ്സ് ആണ് ചിലർക്ക് ഇഷ്ടം. പക്ഷെ കാപ്പിയാണെങ്കിലും ചായ ആണെങ്കിലും പാലായിട്ടോ അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് ആയിട്ടോ എന്ത് ചെയ്താലും പാലാണ് അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. ദാറ്റ് ഈസ് ദൈവം. അത് ഓരോ വിശ്വാസികളും ഓരോ മതക്കാരും അവരുടേതായിട്ടുള്ള ആ ഫ്ലേവേഴ്സ് ഏത് ഇഷ്ടപ്പെടുന്നു അവരതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രം. ഫസ്റ്റ് ഓഫ് ഓൾ യുവർ അനോളജി ഈസ് ഒന്ന് പാലായിട്ട് കുടിക്കുന്നതും ഈ കാപ്പിയായിട്ട് കുടിക്കുന്നതും ചായയായിട്ട് കുടിക്കുന്നതും ദേ ആർ ഡിഫറെന്റ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് വൺ ആൻഡ് ദ സെയിം തിങ്. പോട്ടെ, അത് ഒരു അനോളജി ആയിട്ട് പറഞ്ഞാണ്. നമ്മള് എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും തുണി കൊടുക്കുന്നുണ്ട്. ചിലർ ബിക്നി ആയിരിക്കും, ചിലർക്ക് സാരി ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറയാം എല്ലാവരും തുണി കൊടുക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ എല്ലാവരും അന്ധവിശ്വാസികളാണ്. എല്ലാവരും അന്ധവിശ്വാസികളായതുകൊണ്ട് അന്ധവിശ്വാസം ശരിയാണെന്നില്ലല്ലോ. Can you say that because everybody believes it's right? ഇന്ത്യയിൽ എല്ലാവരും ഹിന്ദുക്കളായെന്നിരിക്കട്ടെ, സ്റ്റിൽ മറ്റുള്ളവർ പറയില്ലേ നിങ്ങൾ ഇതെല്ലാം എന്താണ് പേഗൻ വേ ഓഫ് ലൈഫാണ്, നിങ്ങൾ ഫാൾസ് ഗോഡ്സ് ആണ്. എന്തിനാണ് പിന്നെ ഈ മതം മാറുന്ന ആളുകൾ? ഞാൻ ചോദിക്കട്ടെ, സാറിനൊരു പക്ഷെ ഞങ്ങളെല്ലാവരും ഓൾഡ് സ്കൂൾ ആയിരിക്കും അല്ലേ? ഒബ്വിയസ്ലി you are younger than me definitely.
but maybe physically you are younger than me, definitely. But maybe see, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു നമ്മൾ ഗീതയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഭഗവത്ഗീത അല്ലേ? പഠിച്ചിട്ടില്ല. ഓക്കെ, ഭഗവത്ഗീതയിൽ തന്നെ അതിനകത്ത് ഇല്ലാത്തൊരർത്ഥം ആളുകൾ പറയണ്ടത്. അതിനകത്ത് അങ്ങനെ സാധനമൊന്നും ഇല്ല. അതിനകത്തുള്ള പല സാധനങ്ങളും പുറത്ത് പറയുന്ന സാധനങ്ങളും അതിനകത്തൊന്നും ഇല്ല. അതിലൊരു കാര്യമാണ് ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നത്, അർജുന, നീ പഠിച്ച വിദ്യക്കും നിന്റെ ഗുരുക്കന്മാർക്കും നിന്നെ സർവ്വ സൗഭാഗ്യങ്ങൾക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത ഒരു യുദ്ധത്തിലാണ് നീ എന്ന് പറയുന്നത്. അത് നീ നിന്നോട് തന്നെ ചെയ്യേണ്ട യുദ്ധമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതൊരു വ്യാഖ്യാനമാണ്. അങ്ങനെ ഒരു വരി ഒന്നുമില്ല. അങ്ങനെ വ്യാഖ്യാനിച്ച് ഗീതാ ക്ലാസ്സുകളിലൊക്കെ ആളുകൾ പറയാറുണ്ട്. എക്സാക്ട്ലി അത് ഒരു മെന്റൽ ബാറ്റിലാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് ഏറ്റവും വലിയ തടസ്സവും ഏറ്റവും വലിയ സഹായകവും എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഇഫ് യു വാണ്ട് ടു ഡു എ തിങ്, യു ആർ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സപ്പോർട്ടർ. അത് ഒപ്പോസ് ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. നമ്മൾ പറയുന്നത് പലപ്പോഴും ഭർത്താവിന് ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, മക്കൾക്ക് ഇഷ്ടമല്ല. നോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മിക്കവാറും നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരാളുടെ അഭിപ്രായം ചോദിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ അഭിപ്രായം അയാളിൽ നിന്ന് പറഞ്ഞു കേൾക്കാനായിട്ടാണ്. നമ്മളുടെ അഭിപ്രായം അല്ല അയാൾ പറയുന്നെങ്കിൽ നമ്മള് ആക്ച്വലി വി ആർ കോൺസ്റ്റന്റ്ലി ഇതാണ്. ഈ മതത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കാൻ അത് അനുവദിക്കുന്നില്ല. ബിക്കോസ് ഒരു സെറ്റ് ഓഫ് തിങ്സ്, എ ബുക്ക് ഓർ എ പീപ്പിൾ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഹുക്കുമത്ത് ഇലാഹി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ദൈവമാണ് നിയമം ഉണ്ടാക്കുന്നത്. നമുക്ക് നിയമം ഉണ്ടാക്കാൻ കഴിവില്ല. നമുക്ക് വേണ്ട നിയമങ്ങളെല്ലാം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ എങ്ങനെ തുണി കൊടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം. വി കനോട്ട് ലെജിസ്ലേറ്റ് ഫോർ അവർ സെൽസ്. നമുക്ക് പാർലമെന്റിന്റെ ആവശ്യമില്ല. കാര്യം എന്താണ്? ഷറിയ ഉണ്ട്, ആ പുസ്തകത്തിലുള്ള നിയമം, അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. എങ്ങനെ സ്വത്ത് ഭാഗിക്കണം, ആ പുസ്തകത്തിലുണ്ട്. എങ്ങനെ കടു പറക്കണം, പുസ്തകം എടുക്കണം. സോ ഇതെന്ത് ലൈഫാണ് ഇത്? നമ്മളുടെ കാര്യമല്ല. ഇനി ജനിക്കാൻ 10 തലമുറ കഴിഞ്ഞിട്ട് അവന് ഈ പുസ്തകം എടുത്ത് നോക്കണേ. അത് ഇത്രയും നൂറ്റാണ്ടിന് മുന്നേ അദ്ദേഹം ഇങ്ങനെ ചെയ്തു, എന്നാൽ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണോ മനുഷ്യൻ പോകുന്നത്? ഇതൊരു വലിയൊരു കരിമ്പടം പോലെ നമ്മുടെ ചിന്തയുടെയും ജീവിതത്തിന്റെയും മേളിൽ ഇങ്ങനെ ഇത് കിടക്കാം. ആളുകൾ വരുന്നത് എന്ത് വലിയ ബ്യൂട്ടിയാണിത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട്. ഓൺലി ഫ്രീ ആവുക. എത്തിസം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞത് ബി ഫ്രീ ആൻഡ് ഓണർ യുവർ സെൽഫ്, ബോസ് യുവർ സെൽഫ്. When you are a believer, you don't boast yourself. Undeclared slavery imposed by yourself, on yourself. No, നമ്മൾ ദൈവത്തിനെ ഭയന്നിട്ടല്ലല്ലോ ഒന്നും ചെയ്യണത്. ഇനി ഇത് വേറെ സാർ, ദൈവം ഭയം ഇല്ലാതെ വിശ്വാസിയായിരിക്കാൻ പറ്റില്ല. ഭയമല്ല അവിടെ. അതൊരു ഗോഡ് വിശ്വാസിക്ക് അവിടെ ദൈവത്തിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ പറയാം, ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഫുൾ അങ്ങനെ അല്ല, ഹിന്ദു അല്ലേ, ഫുൾ അയച്ചിട്ടില്ല. നിന്റെ കർത്താവായ യഹോവ എന്ന് പറയുന്നത് അസൂയയും കോപവും ദേഷ്യവും പ്രതികാര ബുദ്ധിയും ഉള്ളവനാണെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. നന്നായി പണിഷ് ചെയ്യും. എന്റെ ഭയത്തിൽ നീ ജീവിക്കണം എന്നുള്ളത്. ദൈവഭയം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാന സാധനമാണ്. അത് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ. ബാക്കിയൊക്കെ എല്ലാം അതെ, നമ്മൾ തെറ്റിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ചെയ്യരുത്. ദൈവം ഒരാൾ കാണുന്നുണ്ട്, നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ. I will ask you a simple question. If there is a God and who will prevent you from doing all these bad things, what happens when an innocent girl is raped by a criminal? Does God allow it? Or does God do something to stop that? അതാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉത്തരങ്ങളില്ല. ഞാൻ പറഞ്ഞതാ, if you are a human being, such a sir പറഞ്ഞ പോലത്തെ പല ഇൻസിഡൻസ് നമുക്ക് എടുക്കാം. Many things. Such a heinous crime is happening in front of you. You are a human being. You will at least try to say, no, don't do that, please. But the God will never do that. He will allow to do that. And നമ്മൾ പറയാം, ഒരു മുടി കൊഴിയുന്നത് പോലും അവൻ അറിഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ഇവനിൽ ഈ വികാരം അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം, ഈ ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും അവനെ കൊണ്ടത് ഫിനിഷ് ചെയ്യിക്കുന്നതും എല്ലാം അവന്റെ ഇതല്ലേ? അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം മുഴുവൻ പോയി അവിടെ. ഇവിടെ നടക്കുന്ന എല്ലാ സംഗതികളും അവനാണ് ചെയ്യിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതെന്ത് ഹൊറിബിൾ സാധനമാണത്. കൊച്ചുകുട്ടികൾക്ക് പ്രീനേറ്റൽ 2 വയസ്സുള്ളവർക്ക് ക്യാൻസർ കൊടുക്കുന്നു.
അവന്റെ വരദാനമല്ലേ അത്. നിങ്ങൾക്കിപ്പോ ഒരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടുന്നു, അവൻ തന്നതാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിലോ അവൻ അറിയാതെ സംഭവിക്കുമോ? എന്താ പറയുക, ഇത് എന്താ ഇതിനകത്ത് ഒരു സംഗതി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ ദൈവം എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും വലിയ എന്താ പറയാ സൈക്കോ ആക്കി മാറ്റുകയാണ്. കാരണം എല്ലാത്തിനും റെസ്പോൺസിബിൾ അയാളാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ബി വളരെ വളരെ മോശം ക്യാരക്ടറാണ്. ഏതാണ്ട് ഒരു സാഹിത്യകാരൻ ഒരിക്കൽ പറഞ്ഞു, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടാകാതിരിക്കുന്നതാണ് അവന് നല്ലത്. സർ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല, യാത്ര ചെയ്തിട്ടുണ്ട്. ഈവൻ എറണാകുളത്ത് നിന്ന് എന്നെ ഐ കോൺസ്റ്റന്റ്ലി ഒപ്പോസ്. ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ ദാറ്റ് മച്ച്. അതിനെ ഒപ്പോസ് ചെയ്യാണോ? അതെന്തുകൊണ്ടാ യാത്രയെ ഒപ്പോസ് ചെയ്യുന്നത്? I am most comfortable when I am alone in my house, my room, with a lamp. I think being a writer, ലോകം കാണുക, മനുഷ്യരെ കാണുക, നമ്മൾ കണ്ട് ആ യാത്രയിലൂടെ കിട്ടുന്ന പല പല അനുഭവങ്ങൾ, അതെല്ലാം ഒരുപാട് പേര് ബുക്കിലേക്ക് എഴുതാറുണ്ട് അല്ലേ? സാറും ഇങ്ങനത്തെ ഒരു റൈറ്റർ എന്നുള്ള രീതിയിലും ഇത്തരത്തിലുള്ള യാത്രകൾ സാറിനെ ഹെൽപ്പ് ചെയ്യല്ലേ ഉള്ളൂ? യെസ്, പ്രോബബ്ലി. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതൊക്കെ ഈ അടുത്തിടെയാണ്. ഞാൻ പാസ്പോർട്ട് എടുത്തത് 2017 പിന്നെ അങ്ങനെ ഇത് പ്രത്യേകിച്ച് എസൻസ് ഗ്ലോബലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. പ്രസംഗം എസൻസ് ഗ്ലോബല് അമേരിക്കയിലും ഓസ്ട്രേലിയ, UK അവിടെയൊക്കെ മലയാളികളൊക്കെ തന്നെ, രമ്യ പോലെയൊക്കെയുള്ള ആളുകളൊക്കെയാണ്. നമ്മളെ ഇടയ്ക്ക് എസൻഷ്യകളും ഒക്കെ നടത്താറുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. ഈ സാറിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ, ബീഫിനെ കുറിച്ചിട്ടുള്ള ഒരു ബീഫും ബിലീഫും, അതാ നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. ഒരു പക്ഷെ ആ സമയത്താണോ സാർ അതിനെക്കുറിച്ച്, കാരണം സാറിന്റെ പലതും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സാമൂഹിക പ്രശ്നങ്ങളെയൊക്കെ തന്നെയാണ് പ്രതിപാദിക്കുന്ന രീതിയിലാണ് സാർ ഓരോന്നിനും എഴുതാറുള്ളത്. അന്ന് എഴുതിയതായിരിക്കും അല്ലേ? ആദ്യം ഈ ചോദ്യം ചോദിച്ചു, ഇത് വളരെ കറക്റ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഐ ഡോണ്ട് നോ എങ്ങനെ, എന്തോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ദിവ്യത്വം എനിക്ക് ആരോപിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചു? ബീഫും ബിലീഫും 18 ദിവസം കൊണ്ട് എഴുതിയ പുസ്തകമാണ്. ആ വിവാദം കത്തി നിൽക്കുമ്പോൾ ആ പുസ്തകം പിന്നെ മുഴുവൻ മെറ്റീരിയലിൽ നിന്ന് DC ബുക്സിൽ നിന്ന് രവി DC ഇത് തന്ന, അങ്ങനെ 18 ദിവസം കൊണ്ട് ആ പുസ്തകം എഴുതി തീർത്ത. ആ സമയം, സന്ദർഭം, വിവാദം. യു ആർ വെരി റൈറ്റ്, ഡെഡ് ഓൺ. ഐ ഡോണ്ട് നോ, യു ആർ റിപ്പീറ്റിംഗ് ദിസ് ക്വസ്റ്റ്യൻ, ബട്ട് ദാറ്റ്സ് എ കറക്റ്റ് ക്വസ്റ്റ്യൻ. സാറിന്റെ ഇനി ബുക്ക് എഴുതാൻ സാറിന് ഇപ്പൊ കുറെ നാളായിട്ട് എഴുതുന്നില്ല, പക്ഷെ നിമിത്തങ്ങൾ വന്നാൽ അല്ലേ അങ്ങനത്തെ സാഹചര്യം, ഇനി ബുക്ക് എഴുതാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരു ഏത്തിസ്റ്റ് ആണ് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയണത്. ഇത് ഈ വാക്കുകളെല്ലാം മോക്കിയാണോ? മോക്കിയല്ല, അങ്ങനെ പറഞ്ഞോട്ടെ. ചില ആൾക്കാർ പറയും ഈ എത്തിസ്റ്റ് ആയി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അയ്യോ ദൈവമേ എന്ന് നീ വിളിക്കില്ലട എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി വാട്ട് ഇറ്റ് ഈസ്, it's a habit, it's a വഴക്കം. ചില ആൾക്കാർ ചില നല്ല പദങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവര് അത് ശീലിച്ച എന്താണോ അത് പാടും. അത് നത്തിങ് ടു ഡു വിത്ത് ഈ പറയുന്ന അങ്ങനെ ഒരു സാധനത്തിന്റെ അല്ല, ഭാഷാപരമായ ശീലങ്ങളാണ്. അപ്പൊ ഞാനിപ്പോ ഒരാള് പറയാ നിന്നെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, അല്ലെ ഓ മൈ ഡാഡ്, ശൈലി പോലെ പറഞ്ഞു പോണതാണ്. ഞാൻ പറഞ്ഞ വിശ്വാസികൾ പലപ്പോഴും പറയാറുള്ളത് ഇപ്പൊ ദൈവനെ വിളിക്കുന്നു. യുക്തിവാദി ആയിട്ടുള്ളവൻ ശബരിമലയിൽ പോകും. ആക്ച്വലി ഇറ്റ് വോൺ അതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ ശബരിമലയിൽ പോകുന്ന ആളുകൾ, എത്തിസ്റ്റുകൾ ശബരിമലയിൽ പോകുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്. ഇറ്റ്സ് 100% എന്താ പറയുന്നത്, ഒരു ലൈ ആണ്. ആക്ച്വലി നിങ്ങൾ എവല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുരങ്ങിൽ നിന്ന് മനുഷ്യനായി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കുരങ്ങായിട്ട് പരിണമിക്കാൻ സാധിക്കില്ല. കാരണം എത്തീസത്തിൽ നിന്ന് ഒരിക്കലും വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റില്ല, പോവില്ല, ഇല്ല. കാരണം എത്തീസം ഈസ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ആണ്. ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകൾ പോകുന്നുണ്ട് ബിക്കോസ് ദേ ആർ നോട്ട് എത്തീസ്റ്റ്. അല്ല സർ, എത്തീസ്റ്റ് ആയിട്ടിരുന്നവരും സിറ്റുവേഷൻ വെച്ചിട്ട് പിന്നീട് അവരുടെ ലൈഫിൽ വന്ന, ഇപ്പം എന്തെങ്കിലും ലൈഫിൽ പല ഇൻസിഡൻസോ എന്തെങ്കിലും ഒരു ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അവിടെ നിന്നും അവർ ആ പവറിനെ തിരിച്ചറിയോ തിരിച്ചു വന്നിട്ടോ എല്ലാരും ഇല്ല എന്ന് സാറിന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ പറയാം. ഒന്ന്, ഐഡിയോളജിക്കലി എത്തീസത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാര്യം എത്തീസം ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസ്.
നിങ്ങളിപ്പോൾ ഇനി നിങ്ങൾ വിശ്വാസി ആയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതിന് എവിഡൻസ് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ അനുഭവമാണ്. ഇറ്റ്സ് നോട്ട് എവിഡൻസ്. ഫ്രം തിയററ്റിക്കലി ഫ്രം എത്തീസം ദർ ഇസ് നോ വിൻഡോ ടു ബിലീഫ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിസ്റ്റ് ആയിരുന്നില്ല, നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുകയായിരുന്നു, നിങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷെ നിങ്ങൾ പുറത്ത് അങ്ങനെ ഒരു ഇമേജ് കൊടുത്തിരുന്നു, നിങ്ങൾ പാർട്ടിയിലായിരുന്നു, പാർട്ടി അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. എത്തീസത്തിൽ നിങ്ങളൊരു പൊസിഷൻ ഇല്ല. ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ പൂട്ടിയിരിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഇതുമില്ല. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിരിക്കുന്നത്. പിന്നെ ഈ വാർദ്ധക്യത്തിൽ ഞാൻ ഒരു ടീച്ചർ യൂണിവേഴ്സിറ്റി കോളേജ് എന്നോട് ചോദിച്ചു, രവി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഈ രവിയുടെ അവസാന കാലഘട്ടത്തിൽ എൻ്റെ സീനിയർ ടീച്ചറായിരുന്നു. പറഞ്ഞു നല്ല ആശ്രമത്തിലോ അല്ല തൃപ്പൂണിത്തറ ആശ്രമത്തിലോ ഒക്കെ കാണാം. തൃപ്പൂണിത്തറ ജസ്റ്റ് ഫോർ യുവർ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവർ ഭയങ്കര ഒരു ചിരിയും തിരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ റൈറ്റ്, ഇങ്ങനെയാണല്ലോ നമ്മൾ പൊതുവിൽ വിശ്വാസികൾ പറയുന്നത്. നീയൊക്കെ ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും നീയൊക്കെ വിളിക്കുന്ന ഒരു സമയം ഉണ്ടാവും, അവസാനം ഇതിന്റെ പുറകെ വരും, അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന കാണാമെന്നൊക്കെ പറയും. Even if number one, even if you do that, doesn't mean anything, doesn't prove anything. That only thing is that നിങ്ങൾ ഇടിഞ്ഞു വീണു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നിങ്ങൾ മെന്റലി ചിലർ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കണക്കൊക്കെ അറിയാവുന്ന ആളായിരിക്കും, പക്ഷെ പ്രായമായി കഴിഞ്ഞാൽ ഒന്നും എത്രയെന്നൊക്കെ ഇങ്ങനെ ആകും. നിങ്ങളുടെ കപ്പാസിറ്റീസ് മുഴുവൻ ഇടിഞ്ഞിറങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ പല ഈ എന്താണ് പ്രാരംഭമായിട്ടുള്ള നിങ്ങളെ കുറെ ചോദനകളിലേക്ക് തിരിച്ചു പോകാം. പക്ഷെ അതൊന്നിന്റെ പ്രൂഫ് അല്ല, നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് മാത്രമാണ്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ അവരോട് അന്ന് ചോദിച്ച കാര്യമാണ്, ടീച്ചറെ ഈ 80 വയസ്സിൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞുകൊണ്ട് 8-ാം വയസ്സിൽ കീമോതെറാപ്പി തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. സപ്പോസ് നിങ്ങൾ അന്ന് നിങ്ങൾക്കൊരു രോഗം വരും, ഇപ്പോഴേ നിങ്ങൾ ഇതേ രീതിയിൽ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ഭയങ്കര അതെന്തോ അങ്ങനെ ഒരു ക്യാൻസറായിട്ടാണ് അതിനെ കാണുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഒരു പതന, ഒരു അവസ്ഥയാണ്. നിങ്ങളിങ്ങനെ ഓരോന്നിലും ചെയ്തുകൊണ്ട് ഓരോന്നും ചെയ്ത് നിങ്ങളൊരു ചങ്ങലയിലാണ്, ചങ്ങലയെ സ്നേഹിക്കുകയും ചങ്ങലയിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി പോകുന്നത് ആ ചങ്ങലയുടെ മഹത്വമല്ല, ആ വ്യക്തിയുടെ പതനമാണ് ആക്ച്വലി. എത്തീസത്തിന് പോകാൻ പറ്റില്ല. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഹി വാസ് നോട്ട് ആൻ ഏത്തിസ്റ്റ് ഓർ ഷി വാസ് നോട്ട് ആൻ ഏത്തിസ്റ്റ്. മേ ബി അവരിലൊരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാതെ തന്നെ അങ്ങനെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, നമ്മളുടെ തന്നെ നേതാക്കന്മാരൊക്കെ കാണുന്നല്ലോ, അങ്ങോട്ട് ഓടിപ്പോകും. They are not atheists. The people think that they are atheists and they think that they are atheists, but they are not. ഞാൻ പറഞ്ഞില്ലേ, അതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. തെളിവ് വന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും, I will be the first person planet say, oh, there is God. He is working for me. I will be the first person. But I need evidence. Not an iota of evidence. And all evidence there is against such a ludicrous concept. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ലൈക്ക് ഗോഡ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ സൂപ്പർസ്റ്റിഷൻ ആൻഡ് പീപ്പിൾ ആർ ഈവൻ പ്രൗഡ് ഓഫ് ഇറ്റ്. എൻ്റെ വിശ്വാസമാണ്. ബട്ട് ദർ ആർ ബിലീവ്സ് ദാറ്റ് യു ഡോണ്ട് കൺസിഡർ ദാറ്റ് ഹൈ, ലൈക്ക് സേ നരബലി. യു സേ നരബലി. What is wrong with it theoretically? There is a murder happens there, you say that it's an IPC case. അല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ചില വളരെ മോശം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഗോപൻ സ്വാമി. What is wrong with it? You always think, you always have these kind of ചില കാര്യങ്ങൾ അത്ര തീർത്തും ഇതായിട്ടുള്ള, നമ്മൾ കുറേ വിശ്വാസങ്ങൾ കളഞ്ഞിട്ടാണ് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം അതേപടി എടുക്കുന്നില്ല. പരിഷ്കരണം. ഈ നരബലി മാറ്റിയിട്ട് അജബലിയായി, അജബലം മാറ്റിയിട്ട് അടബലിയായി, അടയായപ്പോൾ അറക്കുന്നത്. ബുദ്ധി ഭയങ്കരമാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രീ ഡിഗ്രി ജയിക്കാനായിട്ട് 1 കിലോ അരിയുടെ പന്തനായി, ഡിഗ്രി ജയിക്കുമ്പോൾ 5 കിലോ, PG ജയിക്കുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ദൈവത്തിന് ഇതൊന്നും വേണ്ട, അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. എന്നാര് പറഞ്ഞു? ഇല്ല. വേണ്ടാത്ത ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്ന ക്രൂരതയല്ലേ? ക്രൂരത എന്നല്ല, ദൈവത്തിന് ഇപ്പം എന്താ പറയാ, ദൈവം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വിശ്വാസമല്ലേ. ഇതൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ കൈക്കൂലി കൊടുക്കണം. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തതയാണ്. എനിക്കിത് കിട്ടും എന്ന് വിശ്വസിച്ച് അവരത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊന്നും കൊടുത്തില്ലെങ്കിലും ദൈവം അവിടെയുണ്ട്. നമ്മൾ സത്യം ചെയ്യുക, ശരി ചെയ്യുക, അതിനെയാണ് നമ്മൾ, ആ പോസിറ്റീവായിട്ടുള്ള സംഭവത്തിനെയാണ് ഞാൻ ദൈവമായിട്ട് കാണുന്നുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരാൾ കുരുതി കൊടുത്തുകൊണ്ടോ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഇവിടെ ദൈവത്തിന് ഞാൻ ഇവിടെ സാധനം കൊടുക്കുക, കൊടുത്ത് എനിക്കൊരാളെ, അതിൽ കാര്യമില്ലല്ലോ. ആക്ച്വലി അതാണ് ചെയ്യുന്നത്.
3 B's: beg, bribe, brag. അതാണ് ഫെയ്ത്ത്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ബെഗ്. You beg for things to happen for you most of the times. And പിന്നെ പറയും വിശ്വശാന്തി. അപ്പോൾ പിന്നെ എല്ലാവർക്കും ശാന്തി ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ ശാന്തിക്ക് പ്രത്യേകം നോട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല. പോട്ടെ. യു ബെഗ്, then you bribe. You bribe in the same like ഒരു അർച്ചനാഗീതമാകും, പ്രാർത്ഥനയാകും, കൈകൊട്ടിയിടിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആനയെ നടക്കിരുത്തുക, ഒരു കാർ കൊണ്ടുവന്ന് വെക്കുക, എന്തെങ്കിലും വഴിപാട്. യൂസ് വഴിപാട് അല്ലേ? വഴിപാടിനെ കുറിച്ച് സാധാരണ വിശ്വാസികൾ പറയുന്നത്, നീ എന്ത് ചെയ്ത് വെറും വഴിപാട് പോലെ ആയിപ്പോലോ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ യു ഡോണ്ട് എക്സ്പെക്ട് എനി റിട്ടേൺ ഫ്രം ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? നേർച്ച പോലെ, വഴിപാട് പോലെ എന്നൊക്കെ പറയുന്നത് അതെങ്ങനെ വരുന്നു? അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ ഉപബോധ മനസ്സ് സോക്കോൾഡ് ഫിഗറേറ്റീവ്ലി പറഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. സോ യു ബെഗ്, യു ബ്രൈബ് ആൻഡ് യു ബ്രാഗ്. ബ്രാഗ് മീൻസ് അതുമൂലമാണ് ഇത്, ഇന്നൊരു ഭയങ്കര ഇതാണ്, ഒരു ഇല പോലും കൊഴിയുന്നില്ല, അടിച്ച് നിരപ്പാക്കി കളയും, ഭൂകമ്പം വന്നു, അവന്റെ ശിക്ഷ അവനെല്ലാം അറിയുന്നുണ്ട്. ഒരു ദൈവത്തിനും ആ ദൈവം ഉണ്ടായ കാലഘട്ടത്തിന് അപ്പുറമുള്ള അറിവില്ല. പ്രോട്ടോണിനെ കുറിച്ചോ ഇലക്ട്രോണിനെ കുറിച്ചോ സംസാരിച്ച ഒരു ദൈവം ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യരും ഇലക്ട്രോണിക്സും ഉണ്ട്. ഇത് നമ്മളൊരു കാലഘട്ടത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു ഭാവനാ സിദ്ധാന്തമാണ്. ആ ദൈവത്തിനൊന്നും ആ കാലഘട്ടത്തിലുള്ള അറിവും കാര്യങ്ങളും അറിവുകേടുകളും എല്ലാം അതിനകത്തുണ്ടാവും. നിങ്ങൾ എന്താ പറയുന്നത്? യു ബ്രാഗ്. കൃഷ്ണനെ പ്രോട്ടോൺ പറയാം, ഇലക്ട്രോൺ പറയാം, പുള്ളി അത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അതിനെ പറഞ്ഞ ബി ബെഗ്, ബ്രൈബ്, ബ്രാഗ്. ഇതുകൊണ്ടാണ് ഇതേ നിങ്ങൾ തന്നെ അഴിമതിക്കെതിരെ ജൻസി മുദ്രാവാക്യം വിളിച്ച് രംഗത്തിറങ്ങും. കൈക്കൂലിക്കെതിരെയാണ് ജൻസി നേപ്പാളിൽ പ്രതികരിച്ചെന്ന് പറയും. എവറി ഡേ യു ഡു ദിസ് ബ്രൈബിങ്. അത് ഒരു മനുഷ്യന് കൊടുത്തന്നെ കുഴപ്പമില്ല, ഇമാജിനറി ശക്തിക്ക് കൊടുത്തിട്ട് അത് വേറൊരാൾ പങ്കെടുക്കുന്നു. ശബരിമലയില് പണ്ട് ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു ദുരാചാരം ഇൻ മൈ ബുക്ക് നിർത്തി. എന്താണെന്നറിയോ? അതായത് അവിടെ പൈസ എണ്ണുന്ന ആളുകൾ അടിവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊരു ആചാരം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാം? പൈസ ഒരു വിശ്വാസിക്ക് വിശ്വാസിയിലുള്ള വിശ്വാസമാണ്. ഇത് നിർത്തലാക്കി അദ്ദേഹം. അപ്പം ഇതാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ബ്രൈബ്, അത് ബ്രൈബ് ആണല്ലോ, അത് അവ അടിച്ചോണ്ട് പോട്ടെ. എനിത്തിങ് റോങ് വിത്ത് ദാറ്റ്? വിശ്വാസികൾ എല്ലാവരും സത്യങ്ങൾ മാത്രം ചെയ്യുന്നവരൊന്നും ആവണമെന്നില്ലല്ലോ. അല്ലെ, നിങ്ങൾ ചെയ്യുന്നത് ബ്രൈബ് ആണെന്ന് ഞാൻ പറയുന്നു. നിങ്ങളിപ്പോ കൃഷ്ണനെ കുറിച്ച് എന്റെ കൃഷ്ണ പറഞ്ഞൊരു പാട്ട് പാടും. ദിസ് ബ്രൈബ് ആക്ച്വലി ഇൻ ദ റിയൽ സെൻസ്. ഒരു പാട്ടിലൂടെ നമ്മൾ വാഴ്ത്തി പാടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു നാമം ജപിക്കുന്നു എന്നതുകൊണ്ട്. സപ്പോസ് യു ആർ ഇൻ ലവ് ആൻഡ് യു റൈറ്റ് എ സോങ് ഓർ സിംഗ് എ സോങ് ആൻഡ് അത് പാടുന്നവരും ആ പാട്ട് കേൾക്കുന്നവർക്കും ഒരു സൂതിങ് ആണ്. അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സിനൊരു ശാന്തി കിട്ടും. ഓക്കെ, ഒരു പൂ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പാട്ട് പാടിക്കുന്നു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അയാളെ പ്ലീസ് ചെയ്യാന്നല്ലേ? നമ്മൾ വിശ്വാസി ദൈവത്തിന് കൊടുക്കുന്നു. പക്ഷെ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ബീങ് എ ബിലീവർ, ദൈവത്തിന് പൈസ കൊടുക്കണം, ദൈവത്തിന് കൊണ്ടുപോയി 1000 രൂപ കൊടുക്കുക, അതിലല്ല. ഞാൻ അതിലും വിശ്വസിക്കുന്നത് ആ പൈസയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പാവങ്ങളായിട്ടുള്ളതും അതിനാവശ്യമുള്ളവർക്കും. ആ പൈസ അവർക്ക് കൊടുത്താൽ അവരുടെ ഒരു നേരത്തെ മരുന്നിനുള്ളതായി, ഒരു നേരത്തെ അല്ല, അത് അങ്ങനെ അല്ലാതെ ദൈവത്തിന് ഞാൻ ഇത് ഗുരുവായൂർ കൊണ്ടു കൊടുക്കുന്നു, ഇത് എടുത്ത് അന്നദാനം നടത്തുന്നു, ഇത് നേരെ എന്തിനാ ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് അന്നദാനം നേരെ അന്നദാനത്തിലേക്ക് പോയപ്പോഴേ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ കൊടുത്തു, ദൈവത്തിന് കൊടുത്തു, എന്നിട്ട് അത് അന്നദാനത്തിന് ഒരാൾക്ക് പ്രയോജനപ്പെടും. ആക്ച്വലി നിങ്ങൾ ബ്രൈവാണ് കൊടുക്കുന്നത്. യു ആർ ട്രൈങ് ടു പ്ലീസ് ദാറ്റ് സോ കോൾഡ്. ദെൻ അത് വേറൊന്ന് നിങ്ങൾക്കൊരു പറഞ്ഞു നിൽക്കാൻ പറ്റാനായിട്ട്, നിങ്ങൾക്കൊന്ന് റാഷണലൈസ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പോളീസ് റാഷണലൈസ് ചെയ്യാനായിട്ട് നിങ്ങളത് ഒരു ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ഒരു പൂർ ഹോമിലേക്കോ തിരിച്ചു വിടും. ആക്ച്വലി യു ആർ ബ്രൈവിങ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പൂർ ഹോമിലേക്ക് പോകത്തേ ഉള്ളൂ, ഈ വഴി പോകത്തില്ല. ഇതൊക്കെ ഒരു വിശ്വാസമാണ് ഓരോരുത്തരുടെ. അത് അമ്പലത്തിൽ ഇങ്ങനെ കൊടുക്കുന്നതായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, ഇതൊക്കെ അതെ. ഐ തിങ്ക് ഇറ്റ്സ് എ നെവർ എൻഡിങ് ടോപ്പിക്. Article 25 of the Constitution of India gives you ample freedom and right to believe in any dash. അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ഞാനും സാറും എല്ലാവരും ഇതേ ഒരു ഭൂമിയിൽ, ഇതേ ഒരു യൂണിവേഴ്സിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. എനിക്ക് എൻ്റെ ശരി, സാറിന് സാറിന്റെ ശരി, വിശ്വാസികളെല്ലാം അവരുടെ വിശ്വാസത്തിൽ പോവട്ടെ,
ലെറ്റ്മസിന് വരുമോ? ഐ ഇൻവൈറ്റ് യു. October 19. ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ദൈവമില്ല. സാറിന് എന്തെങ്കിലും എനിക്ക് പ്രൂവ് ചെയ്യാൻ, എനിക്ക് അറിഞ്ഞൂടാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒരു തിങ് ആയിട്ടോ വന്ന് സാറിന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്, ഒരു ബിലീവർ ആയിട്ട് നിൽക്കൂ, ആ ഒരു വിശ്വാസം, ആ ഒരു ശക്തി ഫീൽ ചെയ്യൂ എന്നുള്ളത് ഞാനും ഇൻവൈറ്റ് ചെയ്യണു സാറിനെ. എങ്ങോട്ട്? ദൈവത്തിന്റെ ലോകത്തിലേക്ക്. I told you that we share. I had the compartment. Yes. So you are in. പക്ഷെ സാർ അത്ര ജെനുവൻ ആയിട്ട് എന്റെ കൂടെ കമ്പാർട്ട്മെന്റിൽ ജെനുവൻ ആയിട്ട് നിന്നിട്ടുണ്ടാവില്ല. ജെനുവൻ ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇന്നും ഈ കമ്പാർട്ട്മെന്റിൽ നിൽക്കുന്നത് എന്തൊക്കെയോ ആ ഒരു ഫ്ലേവർ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്, ആ ഒരു ഫീൽ അതൊന്ന് ഫീൽ ചെയ്യാനായിട്ട്. സാറും ചിലപ്പം തിരിച്ചു പോകാൻ. അത് ഞാൻ പറഞ്ഞില്ലേ, യു സീ നമ്മള് ഫാരക്സ് ഫോർ എക്സാമ്പിൾ, that's the time you give Pharax to your babies. And now നിങ്ങൾ പറയും ഫാരക്സ് ഈസ് വണ്ടർഫുൾ. 40 വയസ്സ് 30 വയസ്സൊക്കെ ആയിട്ട് നിങ്ങൾ ഇനിയും ഫാരക്സ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു കുറ്റപത്രമായിട്ട് മാത്രമേ ആളുകൾ കാണുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഡ്യൂറേഷൻ ഇതായതുകൊണ്ട് മാത്രം നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പോകാൻ ഒരുപാടുണ്ട്. അങ്ങനത്തെ ഒരു ടോപ്പിക് തന്നെയാണ്. Wonderful exchange. I like it. I appreciate your attitude also. Anyway, thank you for your time, sir. Thank you so much.